ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകും. അതിൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏറ്റുപറഞ്ഞവർ എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ഏകദേശം 100 പേർക്ക് കയറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ആദ്യം ആക്ടിവേഷൻ ആക്കി ഇട്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രെയർ തുടങ്ങിയതിന് തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ആദ്യം അത് പർച്ചേസ് ചെയ്തു. അന്ന് നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അന്ന് ദൈവം അതെന്തായാലും കർത്താവിൻ്റെ കൃപയാൽ വർദ്ധിപ്പിച്ചത് 100ലേക്ക് എത്തുകയാണ്. പക്ഷേ ഞാനത് 100ൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. ഇപ്പം സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ ആ 100 എന്നുള്ള കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റായി പോവുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ആളുകളുടെ വേരിയേഷൻ വ്യത്യാസം വരുന്നത് വെച്ചാൽ അത് ലെഫ്റ്റായി പോവുകയാണ്. ഞാനത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. ഞാൻ 3-4 ദിവസമായിട്ട് ഞാനത് ശ്രമിക്കുന്നുണ്ട്. എനിക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തോ ചെയ്യുന്ന സമയത്ത് അത് കാണിക്കുന്നത് വേറെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കഴിവതും ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിലോട്ടൊന്ന് കണക്ട് ചെയ്ത് എനിക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുമായിട്ട് അറിയാവുന്ന ആരെങ്കിലും സൂം അത് യൂസ് ചെയ്യുന്ന അപ്ഗ്രേഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. ഇപ്പം പറയണ്ട. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് ഇപ്പം നമ്മൾ ഇത്രയും പേര് നിൽപ്പുണ്ട്. ഒരു 10 പേരോ 15 പേരോ ഒരുമിച്ച് ഇപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ 100 എന്നുള്ള കൗണ്ട് കഴിഞ്ഞതുകൊണ്ട് പിന്നെ കയറാൻ കഴിയാതെ ലെഫ്റ്റായി പോകും. ഉള്ളവർ ചിലപ്പം ഒരുമിച്ചാണ് അവർ കയറാൻ നിൽക്കുന്നത്. ഇപ്പം ഒരു 50 പേര് നിൽക്കുമ്പോൾ ഒരുമിച്ചാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒരേപോലെ ലെഫ്റ്റായി പോകുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും അത് റീച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഒരേപോലെ ലെഫ്റ്റായി പോകുന്നതുകൊണ്ട് പലർക്കും അത് കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ പറഞ്ഞ് മീറ്റിംഗ് കയറാൻ പറ്റുന്നില്ല, ഡിസ്കണക്റ്റ് ആയി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അതൊന്ന് ചെയ്യാനും അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന സംഭവം ഒന്ന് കറക്റ്റായിട്ട് കിട്ടാനും. അതൊന്ന് എന്തോ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തതിൻ്റെ വല്ല കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ എനിക്കത് അറിയാത്തതുകൊണ്ടായിരിക്കാം അത് പറ്റുന്നില്ല. അപ്പോൾ അത് റെഡി ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കയറാൻ പറ്റും. അപ്പം നിങ്ങളത് ഭാരപ്പെടേണ്ട. ഈ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. കർത്താവ് എന്തായാലും വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് അത് ക്ലിയർ ചെയ്യും. അതിലൂടെ എല്ലാവരും ആമേൻ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. അനേകരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികളെ കേട്ട് സന്തോഷിക്കുവാൻ, വിശ്വാസത്തിൽ എനിക്കും ബലപ്പെടുവാൻ, നമുക്ക് ബലപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. ആ സീന സൗകര്യാച്ചനോട് എത്ര പേര് വചനം ഭക്ഷിച്ചു അവർ മാത്രം ആമേൻ പറഞ്ഞേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നത് മുഴുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോകുന്ന ഒരു സ്പിരിച്വൽ ഡൈമെൻഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഡൈമെൻഷൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം കറക്റ്റായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാവുന്നൊരു വാക്കാണ് ഒരു തലം. എനിക്ക് ആ വാക്ക് പുതിയൊരു വാക്കായിട്ടല്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏതായിരുന്നു പുതിയൊരു തലം അല്ലേ? അപ്പൊ പുതിയൊരു മാനം അല്ലെങ്കിൽ തലം, അങ്ങനെ ഒരു വാക്കാണ് ഡൈമെൻഷൻ എന്നുള്ളത്. സ്പിരിച്വൽ ഡൈമെൻഷൻ. നമുക്കറിയാം നമ്മൾ ആയിരിക്കുന്ന ഓരോ ഡൈമെൻഷൻ ഉണ്ട്. നമ്മൾ ഇന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ബ്രദർ ഈ ഒരു വാക്കും എൻ്റെ കടഭാരോ എൻ്റെ രോഗവും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയവും എൻ്റെ ബാധ്യതകളും ഒക്കെ ആയിട്ട് എന്നെ ബന്ധം ശ്രദ്ധിച്ചു കേട്ടോണം. ഡൈമെൻഷൻ, സ്പിരിച്വൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്പിരിച്വൽ ഡൈമെൻഷൻ. വിസ്തൃതി എന്നൊക്കെ നമുക്ക് പറയാം, നമുക്കൊരു തലവും എന്നൊക്കെ പറയാം. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. നമുക്ക് പല വാക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഡൈമെൻഷനിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്.
ഈ ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാരെ കർത്താവ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഒന്നാമത് പറയാം, കർത്താവ് വരുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു വാക്കുമുണ്ട്, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, സകലരെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, യേശു ഭൂമിയിലുള്ള ആളല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ചിന്തിക്കും കർത്താവ് ഭൂമിയിൽ വന്നു, കാലിത്തൊഴുത്തിൽ ജനിച്ചു, അവിടെ ഉണ്ടാകുന്ന മാതാവിൻ്റെയും അവിടെ കൂടെ വളർന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ യേശു ക്രിസ്തു വന്നത് ഈ ലോകത്തിൽ നിന്നല്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ കർത്താവ് വചനം പറയുന്നു, യേശു ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എൻ്റെ അർത്ഥം കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതാണ്, ഈ ലോകത്തിൽ നിന്നുണ്ടായ ആളല്ല. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജനിച്ചവരാ, അല്ലേ? നിങ്ങളെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നവർ. പക്ഷേ യേശുവിനെ പറ്റി പറഞ്ഞു ഉയരത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞേക്കുന്നത്, ഉയരത്തിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ ഇത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ കണക്ട് ചെയ്യുന്നത് മുഴുവൻ ഉയരം 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 എന്ന വാക്കാണ്. അതായത് സ്വർഗാദി സ്വർഗമെന്നും ദൈവം വസിക്കുന്ന സ്ഥലമെന്നുമാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ അനദർ ഡൈമെൻഷൻ അല്ലെങ്കിൽ അനദർ വേൾഡ് എന്ന് പറയും. നമ്മൾ ഈ കാണാത്ത ഒരു ലോകമാണ് ദൈവത്തിൻ്റെ. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ, എൻ്റെ ചിന്തയല്ല, എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ നിൽക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുവാ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതിന് ശേഷം ഞാൻ വാക്യത്തിലേക്ക് വരാം. കർത്താവ് വചനങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. മരണ വീട്ടിൽ പോയിട്ട് കർത്താവ് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. രണ്ടാമത് ഒരു വിധവയായ സഹോദരിയുടെ മകൻ മരിച്ചു, ആ ശവം അടക്കാൻ വേണ്ടി വിലാപയാത്ര പോകുന്ന വഴിക്ക് യേശുക്രിസ്തു ആ വിലാപയാത്രയ്ക്ക് എതിരെ വന്നു. ബൈബിൾ പറയുന്നു, യേശുക്രിസ്തു മഞ്ചലെ തൊട്ടു, മരിച്ചവൻ എണീറ്റ് വന്നു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ജീവിക്കുന്ന ഡൈമെൻഷൻ, നമ്മൾ ആയിരിക്കുന്ന ഒരു തലം, വിസ്തൃതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഡൈമെൻഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ കടയിൽ പോകുന്നു, ആഴ്ചയിൽ ഒരു ദിവസം റേഷൻ കടയിൽ പോകുന്നു, അരിയും മണ്ണെണ്ണയും മേടിക്കുന്നു, ഗോതമ്പൊടി മേടിക്കുന്നു, തിരിച്ചു വരുന്നു, രോഗം വരുന്നു, ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ മാറിപ്പോവും, അല്ലെങ്കിൽ കുറേ നാൾ ജീവിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നു, സ്വപ്നം കാണുന്നു, ചിലത് നടക്കും, ചിലത് നടക്കാതെ വരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനും യേശു ക്രിസ്തുവും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഭയങ്കരമെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരിക്കലും കണക്ട് ചെയ്യാൻ പോലും കഴിയാത്ത വ്യത്യാസമാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൈഫിൽ, ഇങ്ങനെ യേശു ക്രിസ്തു ഇരിക്കുന്ന ഒരു ജീവിത രീതി നമുക്കുണ്ടാകാനാണ് നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഇതിൻ്റെ അകത്ത് രോഗസൗഖ്യം നടന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗം മാറിയവർ നമ്മുടെ പ്രാർത്ഥനയിൽ? ആമേൻ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ രോഗം മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഈ രോഗം മാറാൻ വേണ്ടി ചെയ്ത സാക്ഷിയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എല്ലാ ദിവസവും രോഗസൗഖ്യത്തിൻ്റെ സാക്ഷി നമ്മൾ കേൾക്കുന്നതാണ്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ 100 പേര് കൂടിയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് ആകുന്നതുണ്ടോ? ഈ ലെഫ്റ്റ് ആകുന്നതിൻ്റെ കാരണം ഈ ആളുകൾ ഒരേപോലെ കയറുമ്പം അത് റിമൂവ് ആയി പോകുന്നതാണ്. ചിലപ്പോൾ കയറുന്നവർ റിമൂവ് ആയി പോകുക. നിങ്ങൾ നേരത്തെ പ്രാർത്ഥനയിലോട്ട് വരിക. കഴിവതും പ്രെയർ തുടങ്ങുമ്പോൾ തന്നെ ഈ 1-2 ദിവസങ്ങളിൽ തന്നെ ഇത് ക്ലിയർ ആയാൽ ഓക്കെയാണ്. ഞാനത് പീരിയഡ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് കയറാൻ പറ്റാതെ വരും സൂമിൽ. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഡൈമെൻഷനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ രോഗം മാറുമ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ കൈയെടുക്കുന്നു, വചനം പറയുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ ഞാൻ കൈവച്ചു, യേശു എൻ്റെ 40 വർഷമായ 20 വർഷമായ രോഗം മാറ്റി, എൻ്റെ ക്യാൻസർ മാറ്റി, എൻ്റെ ഇത് മാറ്റി, എൻ്റെ ആ രോഗം മാറ്റി, എൻ്റെ ആ മുഴ ഉണ്ടായിരുന്നു, മുഴ അപ്രതീക്ഷിതമായി പോയി, എൻ്റെ അസ്ഥിക്കകത്ത് വേദന ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ രോഗം ഉണ്ടായിരുന്നു, എനിക്ക് ഷുഗറിൻ്റെ ഉണ്ടായിരുന്നു, പ്രഷർ, പല രോഗങ്ങൾ മാറി. അപ്പോൾ നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കി, നമ്മുടെ ലോകത്തിൽ ഒരിക്കലും മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സാക്ഷ്യം കേട്ടു, കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം അല്ല അവിടെ സംഭവിക്കുന്നത്. ലോകത്തിൽ ജനിച്ചൊരു മനുഷ്യൻ്റെ കൈ എടുത്ത് വെച്ചൊരു രോഗിയുടെ മേൽ വെച്ചാൽ അവൻ്റെ ക്യാൻസറിൻ്റെ മുഴ മാഞ്ഞു പോകത്തില്ല. ഈ ലോകത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെ കൈ എടുത്തു വെച്ചുകൊണ്ട് അസ്ഥി രോഗത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ണ് കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ്റെ മേൽ കൈവച്ചാൽ അവൻ ഒരിക്കലും ഒരു സൗഖ്യം നടക്കത്തില്ല. മനുഷ്യൻ്റെ കപ്പാസിറ്റി അത് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല.
ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ഉള്ള വ്യക്തിയല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈവച്ച് രോഗം മാറിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശ്വാസികളല്ല, അല്ലാതെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന ഒരു ഡൈമെൻഷൻ, നമ്മളായിരിക്കുന്ന ഒരു തലത്തിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു നോക്കിയയുടെ ഒക്കെ പഴയ ഫോൺ ഉണ്ടായിരുന്നു, ടോർച്ചൊക്കെ കത്തിക്കാൻ പറ്റുന്ന ഫോൺ. ആ ഫോണുള്ള ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാലഘട്ടമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളോട് ഞാൻ വന്നിട്ട് പറഞ്ഞേ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയും അതെന്ത് പരിപാടിയാണ്. കാരണം അന്നത്തെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല വാട്സാപ്പ് എന്നും ഫേസ്ബുക്ക് എന്നും സൂം പ്രയർ എന്നും യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ നോക്കിയ ഫോണിൽ ടോർച്ച് തെളിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചിലർ ഇന്നത്തെ മെസ്സേജ് അയക്കുന്നുണ്ട് സൂമിൽ കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, ഇപ്പോൾ ലൈവ് പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് ഇതാണ് കാരണം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറകോട്ടടിച്ച് കേട്ടാൽ മതി എന്താ കാരണം എന്നുള്ളത്, കയറാൻ പറ്റാത്തത്. അപ്പോൾ ആ ഫോണിൽ ഒരിക്കലും യൂട്യൂബോ ഫേസ്ബുക്കോ വർക്കാകത്തില്ല. അതിൻ്റെ കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതിനൊരിക്കലും ആ കപ്പാസിറ്റി ഇല്ല. നമ്മുടെ പഴയ ഒരു നോക്കിയയുടെ ഫോൺ, ടോർച്ചുള്ള ഫോൺ കൊണ്ടുവന്ന് അതിനകത്തോട്ട് വാട്സാപ്പ് കയറ്റാൻ നോക്കിയാൽ, ഫേസ്ബുക്ക് കയറ്റാൻ നോക്കിയാൽ അതിനകത്ത് കയറത്തില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് തന്നെയാണ് ലോകം മനുഷ്യൻ. നമുക്കൊരിക്കലും നമ്മുടെ വിഷയങ്ങൾ, കടഭാരം മാറ്റാനോ, രോഗം മാറ്റാനോ, കുടുംബ വിഷയം മാറ്റാനോ, പ്രശ്നങ്ങൾ മാറ്റാനോ, സമാധാനത്തോടെ ഇരിക്കാനോ നമുക്ക് കഴിയത്തില്ല. പക്ഷെ നമുക്ക് അനദർ ഡൈമെൻഷനിൽ, സ്പിരിച്വൽ ഡൈമെൻഷനിൽ കയറിയാൽ, ആത്മലോകത്തിലേക്ക് പ്രവേശിച്ചാൽ ഇതൊക്കെയും നിങ്ങൾക്ക് സാധ്യമാണ്. എത്ര പേര് ആമേൻ പറഞ്ഞത് സ്വീകരിക്കും? എനിക്കറിയാവുന്ന പലരും അറിയാം ബ്രദറെ, വെറും ആമേൻ പറഞ്ഞ് സൗഖ്യം പ്രാപിച്ചവർ എനിക്കറിയാം. ആമേൻ പറഞ്ഞ് വചനം കേട്ടപ്പം ആ വചനത്തോടൊപ്പം ആമേൻ പറഞ്ഞ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ, ആ വോക്കർ ഉപയോഗിച്ചിരുന്ന ആ ആൻറ്റി ഉണ്ടോ ഇന്ന് പ്രാർത്ഥനയ്ക്ക്? വോക്കർ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, ആ രോഗസൗഖ്യം സ്വീകരിച്ച് നടന്ന ആൻറ്റി കേൾക്കുന്നുണ്ടോ? ഇന്നുണ്ടോ? കയറാൻ പറ്റും, എനിക്കറിയത്തില്ല ഇന്ന് പ്രാർത്ഥന കയറിയോന്ന്. ആൻറ്റി പറഞ്ഞ സാക്ഷി എത്ര പേരത് കേട്ടായിരുന്നു? ആമേൻ. ആൻറ്റി പറഞ്ഞത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ടോയ്ലറ്റിൽ നിന്ന് വോക്കറുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആൻറ്റി കേട്ടു, സൂമില്ലാതെ വോക്കർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞ വാക്കുണ്ട്, ഞാനത് ഏറ്റെടുത്തു. ഓർക്കുന്നു എനിക്കറിയത്തില്ല. ഞാനത് ഏറ്റെടുത്തു. ഓർക്കുന്നുണ്ട്. ഏറ്റെടുത്തു എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഒരു ശക്തി ശരീരത്തിൻ്റെ മേൽ വ്യാപരിച്ചു. 3 മാസമായിട്ട് ലിഗമെന്റിന്റെ പ്രോബ്ലം ആയിരുന്നു. പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു, നടന്നു പോയി. ഈ സമയത്ത് കോൾ ചെയ്യരുതേ. ഈ നിമിഷം തന്നെ, ഇതാണ് ഞാൻ പ്രാർത്ഥന കയറാൻ പറ്റുന്നവരിങ്ങനെ കിട്ടാത്തതുകൊണ്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു, ബലം വ്യാപരിച്ചു. പിറ്റേ ദിവസം പള്ളിയിൽ പോയി മുട്ടയെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ സാക്ഷ്യം കേട്ടു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ലിഗമെന്റ് പ്രോബ്ലമായി വോക്കറെ നടക്കുന്ന ഒരു വ്യക്തി ടോയ്ലറ്റിൽ നടന്നു വരുന്ന വഴിക്ക്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വചനത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ വചനം കേൾക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വചനം, ചിലപ്പോൾ നല്ല ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം നടക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം നടക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കാൻ. വചനം കേട്ടിട്ട് ബ്രദറെ പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ചു. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാവും. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം ആ സഹോദരി, ആന്റി ഉണ്ടല്ലേ? സ്തോത്രം. ഉണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാക്ഷ്യം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഞാനതാ പറഞ്ഞു, ഒരേപോലെ മൈക്ക് നിങ്ങൾ ഓണാക്കരുതേ. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കേൾക്കും. ഞാനിത് നിങ്ങൾ മിസ്സാകരുത്, ഈ വചനം നിങ്ങൾ മിസ്സാകരുത്. ഞാൻ ഇനി പറഞ്ഞോളാം. ഞാൻ ചോദിക്കും മാത്രം നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവും. ഞാനിത് പറഞ്ഞു തീർത്തോട്ടെ. എനിക്കറിയാം ഇത് കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഒരു സെക്കൻഡ്, ഞാൻ വാട്സാപ്പ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഡൈമെൻഷൻ അല്ല, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. ഞാൻ പെട്ടെന്നൊരു വചനം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ആ വചനം നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഒരു വചനം പറയുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും വായിച്ചു വിട്ട വചനങ്ങൾ തന്നെയാണത്. എങ്കിലും 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങളത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, 6-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്.
നമ്മളെപ്പോഴും കേൾക്കുന്ന ചില പ്രസംഗങ്ങളുടെ വാചകങ്ങളാണ് അതൊക്കെ. എന്നാൽ ഇതൊരു വാചകമല്ല, നമുക്ക് അനുഭവിക്കണം. യേശു പറയാണ്, യേശു പറയണം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ്, മ്യൂട്ട് മാറ്റല്ലേ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കഫർന്നഭൂമിയിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക്, ഇത് കേൾപ്പാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുകയും യേശു തന്നിൽ തന്നെ അറിഞ്ഞവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുമോ? അപ്പം ഇത് പറയുന്നത്, ഇത് യേശു ക്രിസ്തു ഇത് പറഞ്ഞ സമയത്ത് ആൾക്കാരുടെ ഇടയിൽ അവർ പറയുകയാണ്, അവർ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ മാംസം എങ്ങനെ തിന്നാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ലോകവുമായിട്ട് ഇത് കണക്റ്റ് ആകത്തില്ല. നമ്മുടെ ലോകം എന്ന് ഞാൻ പറഞ്ഞാൽ 100,000 വിഷയത്തിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നതിൻ്റെ കാരണം തന്നെ എന്തുവാ? ഈ ലോകത്തിൽ അതിന് പരിഹാരമില്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നടക്കാത്ത എന്തോ ഒരു കാര്യം പ്രാർത്ഥനയിൽ നടക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യനുണ്ടാക്കിയ ഒരു സിസ്റ്റം അല്ല, അല്ലേ? ലോകത്തിലെ മനുഷ്യനുണ്ടാക്കിയ സിസ്റ്റങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും, അല്ലേ? ലോകം മനുഷ്യനുണ്ടാക്കിയെടുത്തതാണ്, ദൈവം കൊടുത്ത ജ്ഞാനമാണ്. എന്നാൽ പോലും മനുഷ്യൻ പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാണ്. ഫ്ലൈറ്റും ഹെലികോപ്റ്ററും വീടും കാറും എല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. എന്നാൽ മനുഷ്യനുണ്ടാക്കാത്തതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അതായത് വേറൊരു ലോകത്തിൽ നിന്നും ഈ ഭൂമിയിൽ ഇരിക്കുന്ന മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്നും വന്നയാളല്ല, ഭൂമിയിലേക്ക് വന്നയാളാണ്. വചനം പറയുന്നു, യേശു പറയുകയാണ്, എന്നെ തിന്നുന്നവൻ. അപ്പോൾ കർത്താവിനെ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്? അപ്പോൾ ചോദ്യമേ, ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായ ഇടർച്ച വേറൊന്നുമല്ല. അവർ ചിന്തിച്ച് യേശുവിനെ എങ്ങനെയാണ് മുറിച്ച് കഴിക്കാൻ പറ്റുന്നത്? യേശുവിൻ്റെ രക്തം എങ്ങനെയാണ് കുടിക്കാൻ പറ്റുന്നത്? ഇത് ഇവരുടെ ഇടയിൽ തന്നെ ഇവർ ഇടർച്ച ഉണ്ടാക്കി. യേശു എന്തായി പറയുന്നത്? കർത്താവ് എന്തായി പറയുന്നത്? യേശു ക്രിസ്തുവിനെ മുറിച്ചെങ്ങനെ ഭക്ഷിക്കും? എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ യേശുവാകുന്ന വചനത്തെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. യേശുവാകുന്ന വചനത്തെ പറ്റി പറയുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവൻ്റെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവന് പാനപാത്രം എടുത്ത്, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി നുറുക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ അപ്പം എടുത്തിട്ട് അത് നുറുക്കിയിട്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരം. വീഞ്ഞെടുത്തിട്ട് പറയുകയാണ്, ഇതെൻ്റെ രക്തം. അതിൻ്റെ അർത്ഥം വീഞ്ഞും ഈ കാണുന്ന ബ്രെഡും യേശുവിൻ്റെ ശരീരവും രക്തമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ന വ്യക്തി ഭൂമിയിൽ നുറുക്കപ്പെടും, എൻ്റെ രക്തം ഭൂമിയിൽ ചൊരിയപ്പെടും. അതെന്തിനു വേണ്ടിയാണെന്നറിയാവോ? പാപമോചനം. എൻ്റെ അർത്ഥം സ്വർഗത്തിലെ നന്മ ഒരു വ്യക്തിയിലേക്ക് ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് പാപമാണ്. ഈ പാപം മാറിയാൽ സ്വർഗവുമായിട്ട് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് സ്പിരിച്വൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത് പാപമായിരുന്നു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് പാപമാണ്. ഈ പാപം മാറ്റണമെങ്കിൽ ഒരു ശരീരത്തിൽ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ ഒരാൾ വഹിക്കണം. ഒരു മനുഷ്യൻ ലോകത്തിലെ മുഴുവൻ പാപവും വഹിച്ചാൽ അവൻ തീർന്നു പോകും. അതുകൊണ്ട് യേശു ഭൂമിയിലേക്ക് വന്നിട്ട് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തെ മുഴുവൻ വഹിച്ചു. അതുകൊണ്ട് നമ്മൾ ലോകത്തിൽ എപ്പോഴും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ ഒരു അടയാളങ്ങളാണ്. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ പാപത്തിൻ്റെ ശമ്പളമായ മരണം വഹിച്ചിട്ട് നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്ന ആ പാപമെന്ന ബ്ലോക്ക് മാറ്റി. ഇനി ശ്രദ്ധിച്ചോണം, ഇപ്പൊ ദൈവവും നിങ്ങളും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ട്. ഇപ്പൊ പിടികിട്ടിയോ? ഡയറക്റ്റ് ബന്ധം എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ യേശു പറയുന്നൊരു വാക്കുണ്ട്, അതിന് എന്നെ ഭക്ഷിക്കണം. എൻ്റെ അർത്ഥം, ഞാൻ നിങ്ങളുടെ അകത്ത് വന്നാൽ, യേശു നിങ്ങളുടെ അകത്ത് വന്നാൽ, യേശു പറയുകയാണ് ദൈവം നിങ്ങളെ കണക്റ്റ് ആകും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പോൾ ഒരു മന്ത്രി വന്നാൽ
പുറകെ പോലീസുകാരെ വിളിച്ചു പറയണം, അയ്യോ മന്ത്രി ഇവിടെ വന്നു, പോലീസുകാരും അങ്ങനെയുള്ള അതോറിറ്റിയും പെട്ടെന്ന് വരാൻ ആരെങ്കിലും വിളിച്ചു പറയണോ? പറ. വേണ്ട, കൂടെ ഉണ്ടാവും. ആ, കൂടെ ഉണ്ടാകും. എക്സ്ട്രാ നമ്മൾ പറയും, അയ്യോ മന്ത്രി ഇവിടെ എത്തിയില്ല, ഇനി പൈലറ്റുമാരെയൊക്കെ വിളിച്ചു വരുത്താം, അവിടെയുള്ള എസ്കോട്ടുകാരെ മൊത്തം നമ്മൾ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് ഈ യേശു പറഞ്ഞത്, എന്നെ ഭക്ഷിച്ചാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അകത്ത് വന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ അകത്തോട്ട് വരും. കർത്താവുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറ. ദൈവശക്തി ഞങ്ങളിലോട്ട് വരും. ആമേൻ. അതായത് ഞാൻ ഈ പറഞ്ഞ നമ്മൾ കാണാത്തൊരു ലോകം, നമുക്കറിയാത്ത ലോകം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കോടിക്കണക്കിന് എക്സ്പീരിയൻസുകൾ നിറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മളുമായിട്ട് കണക്റ്റഡ് ആകും. അതിൻ്റെ ഒരു അംശം മാത്രമേ ബൈബിളിലുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി വെച്ചേക്കുന്നത്, കർത്താവ് ചെയ്ത പ്രവർത്തികൾ എഴുതാൻ തുടങ്ങിയാൽ ഈ ആകാശം പോലും പോരാ. ആകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നേ വരെ അളക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ആകാശം എന്നൊക്കെ പറയുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ, ഈ ആകാശമണ്ഡലത്തിൽ അത് പോരാ യേശു ചെയ്ത അത്ഭുതങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കർത്താവുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്ന വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ ദിവസങ്ങളിൽ സ്പിരിച്വലി നമ്മൾ എന്ത് ചെയ്യണം? പലതും കാണണം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ മാറും. നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി ഉണ്ടായി വരും. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ അതിന് പരിഹാരമില്ലെങ്കിൽ ദൈവത്തിൽ ഉറപ്പായിട്ടും പരിഹാരമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ എല്ലാവിധമാകുന്ന വിപ്ലവകാരികളും, ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരികൾ എല്ലാവരും മരണം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാളാണ് ഗാന്ധിജി, അല്ലേ? പോരാടിയ മനുഷ്യനാണ്. ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു മനുഷ്യൻ്റെ ഉദാഹരണം എടുത്തു പറയാം. അദ്ദേഹം വളരെ ശക്തനായൊരു വിപ്ലവകാരിയായിരുന്നു, അല്ലേ? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സേനാനികളിൽ ഒരാളായിരുന്നു, അല്ലേ? ശ്രേഷ്ഠന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം മഹാനായിരുന്നു. നമ്മൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലത്ത് നിങ്ങളത് കുഴിച്ച് തപ്പിപ്പോയാൽ പോലും അസ്ഥികുടം പോലും ലഭിക്കത്തില്ല. അതെല്ലാം മണ്ണിനോട് ചേർന്ന് പോയി. അതിൻ്റെ അർത്ഥം, എത്ര വലിയ മഹാനാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, വിപ്ലവകാരിയാണെങ്കിലും, രാജാവാണെങ്കിലും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. എന്നാൽ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കി. കർത്താവ് ഒരു വിപ്ലവകാരിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അന്നേ വരെ കേൾക്കാത്ത കാര്യങ്ങൾ യേശു പറഞ്ഞു. അന്നേ വരെ ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യങ്ങൾ യേശു ചെയ്തു. പക്ഷേ ലോകം പറഞ്ഞു, എല്ലാവരും തീരുന്നിടത്ത് യേശുവും തീരും. എത്ര പ്രവാചകന്മാർ വന്നതല്ലേ, എത്ര രാജാക്കന്മാർ വന്നതല്ലേ, അവരെല്ലാവരും ഈ മണ്ണ് കൊണ്ട് അവസാനിച്ചു. ബൈബിൾ പറയുന്നു, മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാവണം. ഈ കർത്താവിനെയാണ് യേശു പറഞ്ഞേക്കുന്നത്, എന്നെ തിന്നുന്നവൻ ഞാൻ എൻ്റെ ഉള്ളിൽ വസിക്കും. അപ്പം ഇത് നിങ്ങൾ ഓർത്തോണം, യേശു എൻ്റെ അകത്തുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു എൻ്റെ അകത്തുണ്ടെന്ന് പറ. യേശു എൻ്റെ അകത്തുണ്ട്. ആമേൻ. യേശു എൻ്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തോണം, യേശു അകത്തുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുമായിട്ട് കണക്റ്റായി കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളിത് അറിയാതെ പോകുന്ന ഇങ്ങനൊരു ജീവിതം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എപ്പോഴും പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴും നമ്മളിടയിലൊക്കെ ദൈവീക ആലോചനകളൊക്കെ വരുമ്പോൾ, ദൈവാത്മാവ് ചില പ്രവചനങ്ങൾ നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കത്തില്ല. അപ്പം നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ആ ഒരു കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്? കാണുകയാണ്. അപ്പം ഇത് ലോക മനുഷ്യനെ ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. കാര്യം അതൊരു മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക്, ഒരു മനുഷ്യൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഒരു വീട്ടിൽ പോയി നോക്കുക, ആ വീട്ടിൽ ആരൊക്കെ ഇരിപ്പുണ്ട്, അതിനപ്പുറം നമുക്കൊരു കപ്പാസിറ്റി ഇല്ല, അല്ലേ?
നിങ്ങൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചോ, കാറ് വിളിച്ചോ, ബസ് വിളിച്ചോ എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് കഴിയത്തില്ല. അല്ലെങ്കിൽ വീഡിയോ വഴി എന്ത് ചെയ്യണം? കാണാൻ പറ്റണം. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഡയമെൻഷനാണ് പറയുന്നത്. ഇതിനപ്പുറം മനുഷ്യനൊരു ലോകമില്ല. പക്ഷേ യേശു ക്രിസ്തു ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്പുറമായ കാര്യങ്ങളല്ലേ കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. ആമേൻ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അമാനുഷികമായ കാര്യങ്ങളാണ്. നമ്മൾ അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ ആമേൻ. കൂടുന്നത്. അല്ലാതെ ബ്രദറെ എനിക്ക് കുറേ ആമേൻ. പ്രശ്നമുണ്ട് ബ്രദറെ, ഞാനൊരു ആശ്വാസത്തിന് വേണ്ടി കയറുന്നത്, ആരും കയറണ്ട. അത്ഭുതത്തിന് വേണ്ടി കയറുന്നവരുണ്ടോ ഇതിൻ്റെ അകത്ത്? ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ആശ്വാസത്തിന് വേണ്ടി ആരും വരരുത്, അത്ഭുതത്തിന് വേണ്ടിയേ വരാവുള്ളൂ. അത്ഭുതം. കാര്യം നമ്മൾ നിൽക്കുന്നത് സ്പിരിച്വൽ ഡയമെൻഷനിലാണ്. യേശുവിൻ്റെ കൂടെയാ. യേശുവിൻ്റെ കൂടെ നിന്നാൽ, യേശുവിൻ്റെ കൂടെ നടന്നാൽ ഒരു നാച്ചുറൽ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. ഒരു നാച്ചുറൽ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അപ്പം നമ്മുടെ ചിന്തകൾക്കപ്പുറമായി നിൽക്കുന്ന ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിഷയങ്ങൾ മാറുമെന്ന് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് വിളിച്ചു പോകാൻ കാരണം, നമ്മുടെ അകത്ത് യേശു ഉണ്ട്. നമ്മുടെ അകത്ത് യേശു ഇരിപ്പുണ്ട്. നമ്മുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ യേശു ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ആണോ അല്ലയോ? അല്ല. അല്ല. യേശു അകത്തുണ്ടെങ്കിൽ ദൈവരാജ്യത്തിലെ സകല എസ്കോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. VVIP അകത്തിരിക്കുക. ആമേൻ. VVIP അകത്തിരിക്കുക. ആമേൻ. അതുകൊണ്ടാണ് യേശു ആ വചനത്തിലൂടെ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിത്യജീവൻ. എത്ര പേര് നിത്യജീവനൊക്കെ കേട്ടിട്ടുണ്ട്? ആമേൻ. ആമേൻ. നിത്യജീവനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിത്യമായി ജീവിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഏതൊരു മനുഷ്യനും ഈ ഭൂമി കൊണ്ട് തീരും. പക്ഷെ ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്, നിത്യമായൊരു ജീവിതം. ഇത് ലഭിച്ചവരാണ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾ. നമ്മൾ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യേശുവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ കത്തോലിക്ക സഭ വിട്ട്, ഞാൻ മർത്തോമ വിട്ട്, ഞാൻ ബെന്തക്കോസ് വിട്ട്, ഞാൻ CSI വിട്ട്, ഞാൻ ഓർത്തഡോക്സ് വിട്ട്, CSI വിട്ട്, ഞാൻ ഓർത്തഡോക്സ് വിട്ട്, ഈ പരിപാടിയല്ല. യേശുവിലേക്ക് വരുന്നതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. യേശുവിലേക്ക് വരുന്നതാണ് വിശ്വാസ ജീവിതം. യേശുവിലേക്ക് വന്നാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, നിത്യജീവൻ നിങ്ങളിൽ വരും. ഇനി അപ്പം ബ്രദറെ, ഈ നിത്യജീവൻ എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോണം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടി മനസ്സിലാക്കി തരാം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സ്പിരിച്വൽ ഡയമെൻഷനുകളെ പറ്റി നിങ്ങളൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, വചനം എന്നുള്ളത് ഭൂമിയിലുണ്ടായി മനുഷ്യൻ നിർമ്മിച്ചതല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പം അത്ഭുതം നടക്കുന്നതിൻ്റെ കാര്യം എന്നറിയാവോ? ഈ വചനത്തിന് ഈ ലോകത്തിനേക്കാൾ ശക്തിയുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ അല്ലേ? എത്രയോ മഹാന്മാർ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇന്നേ വരെ ആ പുസ്തകത്തിൽ ഒരു വാക്ക് വായിച്ചിട്ട് അത്ഭുതം നടന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഞാൻ നേരത്തെയൊക്കെ കഥകൾ ഇങ്ങനെ വായിക്കുമായിരുന്നു, പല കഥകൾ ഇങ്ങനെ വായിക്കുമായിരുന്നു. ആ കഥകളിൽ ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് ആ കഥയിലെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഒരു കഥ നിങ്ങൾ വായിക്കുക, ഏതെങ്കിലും ഒരു കഥ വായിക്കുക, ആ കഥയ്ക്കകത്ത് ഒരു സന്ദർഭം നിങ്ങൾ കണ്ടു, ആ സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? നിങ്ങൾ പറ. ഇല്ല. ഒരിക്കലും നടക്കത്തില്ല. അത് വെറും കഥയാണ്, അക്ഷരങ്ങളാണ്. അതൊരിക്കലും അതിന് ജീവനില്ല. ഞാൻ ഇന്നാളെ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ, പലരും പറഞ്ഞ ഉദാഹരണമാണ്, നമ്മൾ കേട്ടിട്ടുള്ള ഉദാഹരണമാണ്, പുസ്തകത്തിലെ പശു എന്ത് ചെയ്തിട്ടില്ല? പുല്ല് തിന്നത്തില്ല. ഇപ്പൊ പുസ്തകത്തിൽ ഒരു പശുവിന്റെ നല്ല മനോഹരമായ ഒരു പശുവിന്റെ പടം വരച്ച് വെച്ചേക്കോ. അയ്യോ, നിങ്ങൾ പറയും എന്ത് നല്ല ഒരു പശുക്കിടാവാ അത് നിൽക്കുന്നത്. കുറച്ച് പുല്ല് വെട്ടി ആ പുസ്തകത്തിന് മുമ്പിലിട്ടാ തിന്നുവോ? ഇല്ല. കാര്യം എന്തുവാ? ആ പുസ്തകത്തിലെ പശുവിന് ജീവനില്ല, ആ ചിത്രത്തിനും ജീവനില്ല. അതിൻ്റെ താഴെ പശു എന്ന് എഴുതി വെച്ചാൽ അതിനും ജീവനില്ല. അത് വെറും ചിത്രവും അക്ഷരങ്ങളും മാത്രം. എന്നാൽ നിങ്ങളൊരു വചനം എടുത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു അത്ഭുതമുണ്ടെന്നൊരു വചനം എടുത്ത് പ്രാർത്ഥിച്ചു നോക്കിയേ. അപ്പം അത് വായിക്കുമ്പോൾ ആൾക്കാർ പറയും, ഇതും പുസ്തകത്തിലെ പശുവല്ലേ? അല്ല. കാരണം ഇതിൻ്റെ ഉറവിടം ഭൂമിയല്ല, ഇതിൻ്റെ ഉറവിടം ദൈവത്തിൽ നിന്നാ. ഇതിനെന്നാ പ്രത്യേകത? ഇത് ജീവനുള്ള വചനങ്ങളാ. ഇത് ജീവനുള്ള വചനങ്ങളാ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ കൈവശം ഇരിക്കുന്ന വചനം വന്നിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്നല്ല, ദൈവരാജ്യത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അനദർ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്, സ്പിരിച്വൽ ഡയമെൻഷൻ. ഈ ഒരു തലത്തിലല്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സഹായം വരുന്നത് ഭൂമിയിൽ നിന്നല്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പോലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെറുതായിട്ടൊന്നും പ്രാർത്ഥിക്കും, എൻ്റെ ബ്രദറെ എനിക്ക് അഭിഷേകം ഒന്ന് മാറിയാൽ മതിയായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ നിന്ന് എന്തോ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്ന എൻ്റെ സഹായം ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ഇവിടുന്നാണ് സകല നന്മകളും വരുന്നത്. ഈ ദൈവമാ എന്നെ അനുഗ്രഹിക്കുന്നു, ഈ ദൈവമാ എന്നെ സൗഖ്യമാക്കുന്നത്. അപ്പൊ ഇവിടുന്നല്ല വരുന്നത്. ഇവിടുത്തെ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, എൻ്റെ ബ്രദറെ എൻ്റെ വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ഞാൻ ചെയ്യും. അതെന്നാന്ന് പറയും, നമ്മൾ നോക്കിയിട്ട് ബുദ്ധി ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. ബുദ്ധിയോട് പറ മിണ്ടാതിരിക്കുക, എന്നിട്ട് കണ്ണ് തുറന്നിട്ട് ചിന്തിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് എൻ്റെ അത്ഭുതം വരുന്നു പറയണം. ആമേൻ. ഇതാണ് സ്പിരിച്വൽ ഡയമെൻഷൻ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം നിങ്ങൾ കടഭാരം പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയാം, ഞാൻ എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടോ എൻ്റെ 1 കോടി രൂപ മാറ്റത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തിരുന്നു. എൻ്റെ ബ്രദർ ഇത് വചനം പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ സകല ബിസിനസ്സും പൊളിഞ്ഞു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന മുഴുവൻ ബ്രദർ എന്നെ സഹായിക്കാതെ പറഞ്ഞവരല്ല എന്നെ കളിയാക്കുക. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെയെന്നറിയോ? നമ്മുടെ ഭൂമിയിലുള്ള വഴികളെ നോക്കിക്കൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഈ വചനം ചൊല്ലി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങൾ എന്ത് കാണുന്നോ അത് നോക്കരുത്. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു പത്രോസ് ലീഹായുടെ എത്ര പേരാ വചനം വായിച്ചിട്ടുണ്ട്? വല കീറുമാറ് മീനെ കൊടുത്ത വചനം ആര് വായിച്ചിട്ടുണ്ട്? നിങ്ങൾ നോക്കിക്കോണം. എനിക്ക് സത്യം പറഞ്ഞാൽ മീൻ പിടിക്കാൻ അറിയത്തില്ല കേട്ടോ. പണ്ടങ്ങാണ്ട് ചൂണ്ട ഇട്ടിട്ടുണ്ട്, അതൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമല്ല. പണ്ടങ്ങാണ്ട് ഇപ്പം ഇടാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ ചൂണ്ടിടുന്നത്. പക്ഷേ പത്രോസ് ലീഹ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചൂണ്ടയായിട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആ ചൂണ്ട മേടിച്ച് ഓടിച്ചു കഴിഞ്ഞിട്ട് പറയും, ആ വലയെടുത്ത് വീശി ചെറവറാന്ന് മീൻ പിടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ എക്സ്പീരിയൻസിനായിട്ടുള്ള പത്രോസ് ലീഹ പറഞ്ഞ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല, വല കഴുകിക്കൊണ്ടിരിക്കുക. മീൻ പിടുത്തത്തിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ബൈബിൾ യേശുവിനെ പറ്റി പറഞ്ഞത് തച്ചൻ്റെ മകനായി ജനിച്ചു എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കാർപ്പൻ്ററാണ്, മരപ്പണിക്കാരൻ എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം മീൻപിടുത്തമായിട്ട് ബന്ധമില്ലാത്ത ആളാണ് യേശു എന്നാണ് ബൈബിൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക, നമ്മളെ പഠിപ്പിക്കുക. മീൻ പിടിച്ച് പരിചയമുള്ള ആളാണ് പത്രോസ് ലീഗ, മീൻ പിടിച്ച് പരിചയമില്ലാത്ത ആളാണ് യേശു ക്രിസ്തു. മാനുഷികമായിട്ടുള്ള വ്യത്യാസമാണ്. ഇപ്പം മീൻപിടുത്തക്കാരൻ, യേശു കാർപ്പൻ്ററായിട്ട് നിൽക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ചേരത്തില്ല. പക്ഷെ യേശു വന്നിട്ട് പറയും, അതേ പത്രോസെ ആഴത്തിലേക്കൊന്ന് വല വീശിക്ക്. പത്രോസ് ലീഗ പറഞ്ഞു, എക്സ്പീരിയൻസ് പറയുന്നു, രാത്രി മുഴുവൻ കടന്ന് തലകുത്തി മറിഞ്ഞിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. പക്ഷേ പത്രോസ് ലീഗ യേശു വിരിക്കുന്ന ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എങ്കിലും ശ്രദ്ധിച്ചു, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്കിലും ഇവിടെ ഡയമെൻഷൻ മാറുക, തലം മാറുക. നാഥാ നിന്റെ വാക്കിൽ ഞാൻ വല ഇറക്കാൻ പോവുക. ഇപ്പം പിടികിട്ടിയോ? എൻ്റെ എക്സ്പീരിയൻസിൽ, ഞാൻ വളർന്ന ലോകത്തിൽ ഞാൻ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ മീൻപിടുത്തക്കാരനായ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, രാത്രി മുഴുവൻ പിടിച്ചിട്ട് കിട്ടാത്ത മീൻ വെയിൽ തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കടലിൽ കിട്ടത്തില്ല. പക്ഷേ യേശു നിൽക്കുന്ന തലത്തിൽ മീൻ വരും. കാരണം യേശു നിൽക്കുന്ന തലം വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ കപ്പാസിറ്റിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വചനം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് നമ്മൾ വചനം പറയുമ്പോൾ ഉള്ള വഴികൾ അടയുമ്പോൾ ചിലർ പറയും, ബ്രദറെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രദറെ ഉള്ള വഴികൾ അടഞ്ഞു പോയത്. എൻ്റെ പൊന്നു സഹോദര സഹോദരി, ആ വഴി അടയാൻ നിന്ന വഴി തന്നെ അത് പോട്ടെന്നേ. തുറക്കുന്നത് ഇവിടുന്നൊന്നും അല്ല, തുറക്കുന്നത് ഇവിടുന്നൊന്നും അല്ല. മനസ്സിലായോ? ചിലർ പറയും, ബ്രദറെ സഹായിക്കാവുന്ന ഏറ്റവും പോലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വാക്ക് മാറി. എൻ്റെ സഹോദരി, നിങ്ങൾ അവരെ നോക്കാതെ ദൈവത്തിന് തൻ്റെ ദൂതന്മാരെ അയച്ച് ഈ പകലിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അടച്ചിട്ട മുറിയിൽ, കുറ്റിയിട്ട മുറിയിൽ, ഞാൻ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരു സഹോദരിക്ക് വേണ്ടി ഇങ്ങനെ, ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ 1-2 പേർക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അത് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയാൻ വേണ്ടി, ആത്മതലങ്ങളെ പറ്റി പറയാം. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ ചിലതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ വിശ്വാസ ജീവിതത്തിൽ
വന്ന അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സമയം മുതൽ ഞാൻ ഉണ്ടായ ചില അനുഭവങ്ങളാണ്. ഞാനൊരു ആ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചില കാഴ്ചകൾ പറയുക. അപ്പം അവർ നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ സഹോദരി വിളിച്ചിട്ട്, ബ്രദർ ഇന്നൊരു കാര്യം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ കാഴ്ച കൊണ്ട്. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ സഹോദരി ഇട്ടിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു നിറം, അവിടെ വെച്ചിരുന്ന ഒരു ഫ്ലവർ വൈസ്, ആ ഒരു മുറിക്കകത്ത് എന്തെല്ലാം ഉണ്ടോ എന്നോടത് പറയുവാൻ കർത്താവ് പറഞ്ഞു. ഉടനെ ഈ സഹോദരി ഭയങ്കര എക്സൈറ്റഡ്. കാര്യം ഞാൻ ആ സമയത്ത് കോട്ടയത്ത് ഒരു സ്ഥലത്ത് നിൽക്കുക, പകൽ സമയത്താണ്. ആ സഹോദരി നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ കുവൈറ്റിലൊരു സ്ഥലത്താണ് സഹോദരൻ നിൽക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് 2 പേർക്കും അതിശയമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോട്ടയത്തിരിക്കുന്ന എനിക്ക് കുവൈറ്റിലിരിക്കുന്ന ആ മുറിയിൽ ആ സഹോദരി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറവും അവരുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ഫ്ലവർ വൈസും, അങ്ങനത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞത് 8 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്തിരിക്കുന്ന ഫ്ലവർ വൈസും ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പൊസിഷനുകളും കളർ കോഡും മനസ്സിലാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിങ്ങൾ പറ, മാനുഷിക തലത്തിൽ. ഒരു ഇല്ല. സാധ്യതയില്ല. ഇല്ല. അതിനേക്കാൾ വലിയൊരു അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ആ വ്യക്തിയുടെ അടുക്കൽ നിന്നും ദൈവം നിങ്ങളെ മാറ്റി. ഈ പുള്ളി വളരെ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഇയാളുടെ കൂടെ റൂംമേറ്റ് ഉണ്ട്, ഭയങ്കര മദ്യപാനിയാണ്. ആ വിഷയമാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഭാരപ്പെട്ടിരിക്കുക. അവിടെ നിന്ന് എങ്ങനെ മാറണം? ഇയാൾ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇയാളൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. അതും കൂടെ പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ തുടങ്ങിയത്. പക്ഷേ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ട് അത് ബ്ലോക്കായിപ്പോയി. കർത്താവ് ആ മനുഷ്യൻ, ഇയാൾക്ക് ഭയങ്കര അതിശയം. കാര്യം ഇയാളുടെ ഈ വ്യക്തി കാരണമാണ് എനിക്ക് ഇവിടെ നിന്ന് മാറണമെന്ന്. എങ്ങനെ മാറണം? പെട്ടെന്ന് മാറാൻ പറ്റും. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു റൂം എടുത്ത് മാറുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതാ പറഞ്ഞത്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇപ്പം ഒരു വിശ്വാസിക്ക് ഇതെല്ലാം, ഇപ്പം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇങ്ങനെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയും. യേശു അകത്ത് വന്നാൽ മാത്രം മതി. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, യേശു അകത്ത് വന്നാൽ മാത്രം. ആമേൻ സഹോദരാ, യേശു അകത്ത് വന്നാൽ മതി. ചോട്ടെ ബ്രദർ, യേശു അകത്ത് വന്നാൽ, അപ്പം ഞാൻ ചോട്ടെ ബ്രദർ ഒരു ചോദ്യം, യേശു അകത്ത് വന്നാൽ എന്താ പ്രത്യേകത? യേശു അകത്ത് വന്നാൽ യേശു ഇരിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ അകത്തും വരും. ഇപ്പം മനസ്സിലായോ? ആമേൻ സഹോദരാ. യേശു അകത്ത് വന്നാൽ യേശു അകത്ത് വന്നാൽ യേശു ഇരിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ മേലും വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നയാളാണ്, ഇപ്പം ഞാൻ ഇരിക്കും നിങ്ങളുടെ ഉള്ളത്തിലാണ്. നിങ്ങൾ ഓർത്തോണം, ഈ വചനം കേട്ടോണം. ഉയരത്തിൽ നിന്ന് വന്ന യേശു നിങ്ങളുടെ ഉള്ളത്തിലിരിക്കുക. അപ്പം നിങ്ങളുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കണം. ബദറ, ഞാൻ ഒത്തിരി പേരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അവിടെ ഇരിക്കുക, എന്നിട്ട് പറ, യേശുവിനോട് പറ, കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ നന്മകളെ എൻ്റെ ജീവിതത്തിൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റിപ്പിടിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഇപ്പോൾ ഇടർച്ചയുണ്ട്. ദൈവമേ, കർത്താവ് എന്തോ പ്രസംഗിച്ച് വരുന്നത്? അവരോർത്ത് കാണും, യേശു ഇങ്ങനെ പറഞ്ഞു ആവേശം കയറി വല്ലതും പറഞ്ഞാണോ? അല്ല. യേശു പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. തൊട്ട് മുമ്പിൽ യേശു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 58 വാക്യം വായിക്കാൻ പറ്റുന്ന ഒരാളൊന്ന് വായിക്കാവോ? കാണാൻ പറ്റുന്നുണ്ടോ വാക്യം? ക്ലിയർ ആണോ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ആമേൻ. അപ്പൊ ഇവിടെ പറയുകയാണ്, യേശു പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. അപ്പൊ യേശു എവിടുന്നാ വന്നത്? സ്വർഗത്തിൽ നിന്ന്. കണ്ടോ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ഇപ്പൊ ഇരിക്കുന്ന എവിടെയാ? നമ്മുടെ ഉള്ളിൽ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ചുമ്മാ കൈയടിച്ച് കേട്ടോണ്ട് പോകാതെ ഒന്ന് ചിന്തിക്കണം. കർത്താവേ, എന്നിട്ട് എന്താണ് എൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് മാറാത്തത്? അവിടെ നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റും. മാറും. എങ്ങനെ മാറും? അടുത്ത വചനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പല ആൾക്കാരും ദൈവിക സന്ദേശം കേട്ടിട്ട് പറയുന്നത്, ബ്രദറെ, ഇപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് അത്ഭുതം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം ഉണ്ടായി. കാരണം അവർക്കത് അറിയത്തില്ലായിരുന്നു എങ്ങനെയായിരുന്നു ആ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ വചനത്തിലൂടെ കർത്താവ് നമ്മളത് പഠിപ്പിച്ചു തന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, യേശു പറയുകയാണ്, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല. അത് മന്നയെ പറ്റിയാണ് പറഞ്ഞത്. പഴയ നിയമത്തിലെ മന്നയില്ലേ,
ആ മന്നയെ പറ്റിയാ പറഞ്ഞത്. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, എന്നേക്കും ജീവിക്കും. ഇനി 60-ാം വാക്യം 60-ാം വാക്യം ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? 60-ാമത്തെ വാക്യം കാണാൻ പറ്റുന്നവരൊന്ന് ഉണ്ട് വായിക്കാവോ? ഉണ്ട്. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക്, ഇത് ആർക്കും കേൾപ്പാൻ ആ കഴിയും എന്ന് പറഞ്ഞു. കണ്ടോ, ഇതാ കുഴപ്പം. നമുക്ക് പലപ്പോഴും വചനം കേൾക്കുമ്പോൾ ഇതെൻ്റെ ബ്രദർ എങ്ങനെ ഇതങ്ങോട്ട് അക്സെപ്റ്റ്, നമ്മൾ പറയത്തില്ല ഇത് ഡൈജസ്റ്റ് ആകുന്നില്ല, ദഹിക്കുന്നില്ല. ശിഷ്യന്മാരെ പറ്റി പറയുക, അവർ പറയുക ഇതങ്ങോട്ട് കടികട്ടിയമാക്കി. യേശു എന്താ ഈ പറയുന്നത്? യേശുവിനെ അകത്ത് വന്നാൽ ഭക്ഷിച്ചാൽ ജീവൻ ഉണ്ടാവുമെന്നും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിത്യജീവൻ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കകത്ത് നിത്യജീവനുണ്ട്. നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മന്ത്രവാദികളെടുത്തോ വിഗ്രഹങ്ങളെടുത്തോ പോയി മുട്ടുമടക്കരുതെന്ന് പറയാൻ കാരണം ജീവനുള്ള ദൈവം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ. ഈ ആമേൻ. കർത്താവ് നമ്മുടെ അകത്ത് വരുമ്പോഴുള്ള ഒരു സ്പിരിച്വൽ തലങ്ങളെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് ഉണ്ടായ കാര്യത്തെപ്പറ്റി ഞാനത് പറയാൻ കാരണം, എന്നെപ്പോലൊരു വ്യക്തിക്ക് അത് കാണാൻ ഒരു സാധ്യതയുമില്ല. എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് കുവൈറ്റിൽ പിടിക്കുന്ന ഇപ്പം നമ്മുടെ ഇപ്പം ലൈവായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ അങ്ങനെ അനുഭവം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? സൂം പ്രയറിൽ ഇപ്പം ഞാൻ 5-8 വർഷം മുമ്പുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. ഒത്തിരി എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ദൈവകൃപയാൽ. ഞാനെന്ന വ്യക്തിയല്ല അവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇതെല്ലാം കാണുകയും നമ്മളിൽ നിന്ന് ഇതെല്ലാം പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മുടെ ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ ഇതേപോലെ കാര്യങ്ങൾ വെളിപ്പെട്ടിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സൂമിൽ? ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. ആമീൻ ആമീൻ ആമേൻ ആമേൻ. ഇനി അടുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ദൈവിക ആലോചന, ഒരു പ്രവചന ആലോചന നിങ്ങളോട് ഞാൻ പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും പലപ്പോഴും നിങ്ങൾക്ക് പലരോടും ഞാൻ ഷെയർ ചെയ്യണം. നമുക്കൊരു ദൈവിക ആലോചന വരുന്ന ടൈമിൽ അത് ഷെയർ ചെയ്യരുതെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു തലം, ഞാൻ ജസ്റ്റ് 1-2 മിനിറ്റുകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഹോൾഡ് ആവുകയാണ്. മീറ്റിംഗ് 1-2 മിനിറ്റുകൾ, കുഴപ്പമില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കാം. കേൾക്കാം. ആമേൻ. അപ്പം നമ്മൾ അറിയാത്ത ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും. സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അപ്പം ഇതിലേക്ക് നമ്മൾ എങ്ങനെ പ്രവേശിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വചനം വിശ്വസിക്കുമ്പോൾ വചനം ഏറ്റു പറയുന്ന ഒരു വ്യക്തി ശ്രദ്ധിച്ചോണം. എൻ്റെ അനുഗ്രഹം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ബ്രദറെ എൻ്റെ വിഷയങ്ങൾ ഞാൻ വചനമൊക്കെ വെച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു ക്ലോസ് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. 1-2 മിനിറ്റുകൾ ഞാൻ ചെയ്യില്ലേ? എൻ്റെ കൂടെ പറഞ്ഞു, എൻ്റെ അനുഗ്രഹം വരാനുള്ള കണക്ഷൻ യേശു ക്രിസ്തുവാന്ന് പറ. എന്റെ അനുഗ്രഹം വരാനുള്ള കണക്ഷൻ യേശുക്രിസ്തുവാണ്.
ക്രിസ്തുവാ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടോ? ഉണ്ട്. യേശുവുമായിട്ട് ഉണ്ട് കണക്റ്റ് ഉണ്ട് ആയിട്ടില്ലെങ്കിൽ ഇവിടെയാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പ്രാർത്ഥനയിലും വചനത്തിലും നിങ്ങൾ ഇരിക്കാൻ തയ്യാറെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വരികയും ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ ദൈവരാജ്യവുമായി നിങ്ങൾ കണക്റ്റഡ് ആകും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ അനുഗ്രഹത്തിൻ്റെ സപ്ലൈ അല്ല നിങ്ങളുടെ മേൽ വരുന്നത്, സ്വർഗത്തിലെ സപ്ലൈയാണ്. ഒന്നാമത്തെ സപ്ലൈയാണ് നിത്യജീവൻ. നിത്യജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇതിനേക്കാൾ വലുതൊന്നും വരാനില്ല. ബാക്കി എല്ലാം ഇതിൻ്റെ താഴെയാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കും, നമ്മൾ യേശുവുമായിട്ടുള്ള കണക്ഷൻ നമുക്കില്ല. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ വർദ്ധിപ്പിക്കും തോറും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ലോകത്തിലെ ഒരു വിഷയത്തിനും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. കാര്യം ക്രിസ്തു ഇരിക്കുന്നിടത്തോളം കാലം, ഞാൻ പറയും, ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ആ നാട് മൊത്തം അറിയും. എങ്ങനെ അറിയുന്നത്? അവിടെ മൊത്തം എസ്കോർട്ടും ബഹളവും പോലീസും അതും ഇതുമൊക്കെ വന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിലൊരു മന്ത്രി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഇത്രയും എസ്കോർട്ടും പരിവാരവും നാട്ടിലുള്ള സകല മനുഷ്യർ എന്നാ അവിടെ സംഭവിക്കുന്നത്, ആരവിടെ വന്നതെന്ന് പറഞ്ഞ് ചാടി വരുമ്പോൾ ഇത്രയും കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാവുമെങ്കിൽ, സാക്ഷാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ ദൈവരാജ്യത്തിലെ മുഴുവൻ ദൂതന്മാരും നിങ്ങളുടെ വീട്ടിൽ വരും. അപ്പം ഈ ഒരു തലത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം വചനം പറയും. എനിക്കറിയാം, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം മുന്നോട്ട് പോയി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. നാളെ നമുക്കിത് കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഒരു തലത്തിലാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഓർത്തോണം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ പറയുമ്പോൾ, ഇത് പുസ്തകത്തിലെ പുല്ല് തിന്നാത്ത പശുവിൻ്റെ കഥയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അവസ്ഥകൾ മാറും, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറും, എൻ്റെ ജീവിത രീതി. അനേകർ എന്നെ കാണുമ്പോൾ അതിശയപ്പെടും. അവർ പറയും, യേശു നിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ യേശുവിൻ്റെ സാക്ഷികളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണ് യേശു പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നെ അങ്ങനെ ആക്കും യേശു, എന്നെ സാക്ഷിയാക്കും, എന്നെ സാക്ഷിയാക്കും ദൈവം. ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവം സാക്ഷിയാക്കും. എൻ്റെ ബ്രദറെ, എൻ്റെ വിഷയം തലപോകുന്ന വിഷയ ബ്രദറെ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, തലപോകുന്ന വിഷയമാണ് എൻ്റെ പൊന്നു സഹോദര സഹോദരി. യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അത് ദൈവം ചെയ്യും. ചോദിച്ചേ, നിങ്ങൾ പരിശോധിക്കണം, ഞാൻ ക്രിസ്തുവിൽ തന്നെ ആണോ? പരിശോധിക്കണം. പ്രാർത്ഥനയിൽ ബലപ്പെടണം, വചനത്തിൽ ബലപ്പെടണം, വിശ്വാസത്തിൽ ബലപ്പെടണം. എങ്ങനെ ബലപ്പെടുന്നുള്ളത് നമ്മൾ ഈ ദിവസത്തിൽ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ രോഗസൗഖ്യങ്ങളൊക്കെ അത്ഭുതങ്ങൾ ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ ലോകത്തിൽ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട്, കവലയോട്ട് ഇറങ്ങിയിട്ട്, നിങ്ങളുടെ നാട്ടിൻപുറത്ത് ഇറങ്ങിയിട്ട്, അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ചേട്ടനെ വിളിച്ചിട്ട് ഇതെങ്ങി വന്നേ, ആ കൈ എന്നെടുത്ത് എൻ്റെ രോഗത്തിന് മേലെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പുള്ളി എന്നാ പറയും? ആ മനുഷ്യൻ എന്നാ പറയും? ആ പുള്ളി ചിരിച്ചിട്ട് പറയും, അസുഖമാണ്, വല്ല ആശുപത്രിയിലും പോകാൻ പറയും. മെന്റലാന്ന് പറയും. കാര്യം എന്തുവാ? അയാളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ദൈവം, ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൈ എടുത്തുകൊണ്ട് നിന്റെ രോഗത്തിന്റെ വേദനയുള്ള ഭാഗത്തോട്ട് വെച്ച് യേശുവിന്റെ പേര് പറഞ്ഞാൽ എങ്ങനെ രോഗം മാറാനാ? അയാൾ പറയും വല്ല ഹോസ്പിറ്റലിൽ പോകും. കാര്യം അയാളുടെ ഡൈമെൻഷൻ ഇരിക്കുന്നത്, അയാളുടെ തലത്തിൽ നിൽക്കുന്നത്, എൻ്റെ കൈക്കകത്തുനിന്നൊന്നും വരാൻ പോണില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ചുമ്മാ പറയുവല്ല, നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ അത്ഭുതം വരുമെന്ന് ചുമ്മാ പറയുവല്ല, നമ്മൾ അത്ഭുതം കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തിന്റെ ഒരു കഥയല്ല നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കിൽ അങ്ങനെ പറയും, ഈ ലോകത്തിന്റെ ഡയമെൻഷനെ പറ്റിയല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയെ പറ്റി, സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്തുവിലുള്ള വ്യക്തിയുടെ ജീവിത രീതിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇത് മുന്നോട്ടും കേൾക്കുവാൻ?
ആമേൻ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം മാറിയിരിക്കും, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറിയിരിക്കും. അയ്യോ ബ്രദറെ, ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുക ബ്രദറെ, കുറേ നാളായിട്ട് ഞാനൊരു കാര്യം പറയാം. യേശു അകത്തുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം, കർത്താവെ അങ്ങ് എൻ്റെ ഉള്ളത്തിൽ ഉണ്ട്. തെളിവെന്നെ ബൈബിൾ പറയുന്നു, യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരും. യേശു വന്നതിൻ്റെ തെളിവ് നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുവെങ്കിൽ, മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും, ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുവെങ്കിൽ എന്നാ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവൃത്തികളിലൂടെ അത് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിത പ്രവൃത്തികളിലൂടെ യേശുവിനെ കാണാൻ പറ്റും. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം വിശ്വസിക്കും. എന്നോട് ഇപ്പം എൻ്റെ ഉള്ളിൽ കർത്താവിന് പറയുന്നത്, ഐസക്കിൻ്റെ ഭവനത്തെ കർത്താവ് തൊടാൻ പോവുക, ഐസക്കിൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കാൻ പോവുക. ആരാന്ന് വെച്ച് ഏറ്റെടുത്തു? ഐസക്കിൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കാൻ പോകുന്നു. ഐസക്കിൻ്റെ കുടുംബത്തിൽ. ഒരു സെക്കൻഡ് നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആരാ ഈ ശല്യം ചെയ്യുന്നത്? ആരാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ആരാ ബഹളം ഉണ്ടാക്കുന്നത്? മാറിക്ക്. ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയത്തില്ല, കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ഐസക്കിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് വലിയൊരു സന്ദർശനം ഉണ്ടാകാൻ പോവാണ്. ഐസക്കിൻ്റെ തലമുറകളുടെ വിഷയത്തെ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോവാണ്. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവനോട് പറയുന്ന, നാളിതുവരെ നാട്ടുകാരും വീട്ടുകാരും നോക്കി നിൽക്കേ ദൈവം ചില അത്ഭുത സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോവാ. ആരാണ് ആ വ്യക്തി? ആ കുടുംബം ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടാം. എല്ലാവരും പ്രാർത്ഥിച്ചു, യേശുവേ അങ്ങയുടെ വലിയ പ്രവൃത്തി. ഞാൻ നമുക്കറിയാം ഈ ദിവസം കേൾക്കുന്ന ആലോചനകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടോണ്ടിരിക്കുക, വെറുതെ കേൾക്കുമല്ല, ദൈവം പിന്നീട് അവരുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യവും നമ്മൾ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ വെറുതെ ഇത് പറയുന്നതല്ലെന്ന്, വെറുതെ വിളിച്ചു പോകുന്നതല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ദൈവം ചെയ്ത സാക്ഷികൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക, ദൈവം വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ചാടി പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, നിങ്ങളുടെ അത്ഭുതത്തെ ഞാൻ സ്വീകരിക്കുന്നു, നിങ്ങളുടെ അത്ഭുതത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ ആത്മാവിൻ്റെ കൃപയുടെ മറവിൽ ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. കർത്താവേ, ഇന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എൻ്റെ യേശുവെ ഇന്ന് തൊടുകയാ, രോഗശക്തിയോട് പറയുക, ഒന്ന് പറഞ്ഞ്, യേശു എൻ്റെ അകത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് രോഗമേ നിനക്ക് എൻ്റെ മേൽ ഇരിക്കാൻ കഴിയുന്നത്? ഞാൻ ഇരിക്കുന്നത് ലോകത്തിൻ്റെ അണ്ടറിലല്ല, സ്പിരിച്വൽ ഡൈമെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. യേശു അകത്തിരിക്കുമ്പം രോഗമേ നിനക്ക്, അങ്ങനെ തന്നെ പറയും, യേശു അകത്തിരിക്കുമ്പം രോഗമേ നിനക്ക് എൻ്റെ മേൽ ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ യേശുവിനെയാണ് സ്വീകരിച്ചത്, രോഗത്തെ അല്ല. ഞാൻ യേശുവിനെയാണ് സ്വീകരിച്ചത്, കടഭാരത്തെയല്ല. ഞാൻ യേശുവിനെയാണ് സ്വീകരിച്ചത്, തകർച്ചയല്ല. ഞാൻ യേശുവിനെയാണ് സ്വീകരിച്ചത്, അല്ലാതെ അസമാധാനക്കെടിനെയല്ല. യേശു വന്നെങ്കിൽ, ഓ യേശുവേ, യേശു വന്നെങ്കിൽ അവിടെ ജീവൻ വ്യാപരിക്കും. യേശു വന്നെങ്കിൽ സ്വർഗത്തിലെ സകല നന്മകളും എൻ്റെ മേൽ കണക്റ്റഡാ. യേശു വന്നതുകൊണ്ട് ദൈവരാജ്യവും ഞാനും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ട് അതെൻ്റെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അത് പ്രാർത്ഥിച്ച് ഇന്ന് കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നവർ ആ കണ്ണാടിയൊക്കെ ഒരു നിമിഷം ഒന്ന് മാറ്റി വെച്ചിട്ട് കണ്ണിലോട്ട് കൈവച്ച് എന്നിട്ടൊന്ന് പറഞ്ഞ്, യേശുവേ, യേശു എൻ്റെ ഉള്ളത്തിലുണ്ട്, ഞാൻ കാഴ്ച പ്രാപിക്കും, എൻ്റെ ഈ വാർദ്ധക്യത്തിലും എൻ്റെ ആരോഗ്യം വർദ്ധിക്കും. എന്നെ കാണുന്നവർ പറയും, വയസ്സായല്ലേ, അവിടെ എങ്ങനെ കിടക്കാൻ മേലെ എന്ന് പറയുന്നവർ, ചെറുപ്പക്കാരേക്കാൾ ഞാൻ എനർജിയോടെ ഓടി നടന്നിട്ട് ജോലി ചെയ്യുക മാത്രമല്ല, യേശു ജീവിക്കുന്നു ഞാൻ പറയാൻ പോകും. അങ്ങനെ തീരുമാനമെടുത്തേ. വയസ്സാങ്കാലത്ത് മരിക്കാൻ കിടക്കാതെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ്, ഞാൻ ജീവനോടെ നടന്ന്, ആരോഗ്യത്തോടെ നടന്ന്, ഞാൻ ആയുസ്സോടെ നടന്ന് യേശു ജീവിക്കുന്നു ഞാൻ പറയാൻ പോവുക. അങ്ങനെ തയ്യാറായിക്കേ. ഇപ്പോൾ നിങ്ങളുടെ മേലേക്ക് ആരോഗ്യം വരികയാണ്, ബലം വരികയാണ്. അസ്ഥികളോട് പറ, വേദനയോട് പറ, യേശു എൻ്റെ അകത്തുകൊണ്ട്, നിനക്ക് എൻ്റെ മേൽ ഇരിക്കാൻ പറ്റത്തില്ല, നീ ഇറങ്ങിപ്പോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ രോഗത്തെ സൗഖ്യമാക്കുന്നു, ആ വേദനയെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ബലം വ്യാപരിക്കുകയാണ്. അസ്ഥികളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ യേശു തന്ന അധികം, എല്ലാവരും പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ. യേശു കർത്താവ് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, തമ്മിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് വർദ്ധിക്കുന്നല്ലോ, കൃപ വർദ്ധിക്കുന്നല്ലോ. യേശുവേ, ഞങ്ങളുടെ ദൈവാത്മാവ് സിബിക്ക് വേണ്ടി, സിബിയെ ദൈവം തൊടുകയാണ്, സിബിയെ ദൈവം സ്പർശിക്കുകയാണ്. സിബിയുടെ
SIBI സിബിയെ ദൈവം തൊടുകയാണ്. സിബിയുടെ അകത്ത് കർത്താവ് നിരാശകളെ എടുത്ത് മാറ്റിയിട്ട് പ്രവർത്തികളെ ദൈവം അയക്കാൻ പോവാം. യേശു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നപ്പ, അങ്ങ് തൊടുന്നതിന് ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറ, യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞാനിതിനെ സൗഖ്യമാക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വേദനകൾ, യേശുവിനെ തന്നെ ആന്തരിക അവയം, കേടായ അവയം പുതിയതിനെ ഞാൻ വിളിച്ചു വരുത്തുന്നു. പറ, പുതിയ അവയവത്തെ ഞാൻ വിളിച്ചു വരുത്തുന്നു. പുതിയതുണ്ടായി വരുമെന്നേ, പുതിയതുണ്ടായി വരും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരും. കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ വേദനകൾ, രോഗങ്ങൾ, രോഗശക്തികൾ, കുടുംബത്തിലെ എല്ലാ ഞെരുക്കങ്ങളും, ആ സാമ്പത്തിക ഞെരുക്കത്തോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇറങ്ങിപ്പോകുക വീട് വിട്ട്. ആ കടഭാരത്തോട് കൽപ്പിക്കുന്നു, യേശുവിനകത്തിൽ ഇറങ്ങിപ്പോകുക. സമൃദ്ധിയെ വിളിച്ചു വരുത്തുന്നു, അപ്പം നന്മയെ വിളിച്ചു വരുത്തുന്നു. വാരി വീതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ ഉദരത്തിലേക്ക് തലമുറകളെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നപ്പ, തലമുറകളെ വിളിച്ചു വരുത്തുന്നപ്പ. ഓ യേശുവിൻ്റെ നാമത്തിൽ തലമുറകളെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തലമുറകളെ വിളിച്ചു വരുത്തുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു സ്പിരിച്വൽ ഡൈമെൻഷനിലാണ് നിൽക്കുന്നത്. ദൈവാത്മാവിനോട് പറയുന്നു, ഒരു സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സുമ ആരാ? സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തൊടുക. സുമയെ ദൈവം തൊടുക. സുമയുടെ കുടുംബത്തിന്റെ മേൽ, സുമയുടെ തലമുറയെ ഓർത്തുള്ള ഭാരത്തിന്റെ മേൽ സുമയെ കർത്താവ് സ്പർശിക്കുക. യേശുവിനെ ഏറ്റെടുത്തു. ആരെന്ന് ഏറ്റെടുത്തു? യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ സ്പർശിക്കുക. ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശാലത ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സും ഒക്കെ ആയിട്ട് ഇരിക്കാവുള്ളൂ, ATM ഒക്കെ ആയിട്ട് ഇരിക്കാവുള്ളൂ. മിറക്കിൾ മണികളുണ്ടാവും, വലകീറുമാറ നന്മയുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ആലോചനകളുമായി ബന്ധപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അത് ചാടിപ്പിടിച്ചോണം, പറഞ്ഞോണം. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. അതിന്റെ റിസൾട്ടുകളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ട്? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഈ സമയത്ത് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ പറയരുത്. കാര്യം നമ്മൾ അവസാനത്തെ പ്രാർത്ഥനയ്ക്കകത്ത്, ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ എന്തിനകത്തോടെ ഇടുന്നത്? തീക്കകത്തോട്ട് എന്ത് ചെയ്യുക? ഇടുക നമ്മുടെ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. അത്ഭുതമായി തീരും. പ്രാർത്ഥന അത്ഭുതമായി തീർന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടുകളെ കാണാൻ വേണ്ടി ഇരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള റിസൾട്ട് കാണാൻ വേണ്ടി ഇരിക്കുക നമ്മൾ. ആരോ എന്നെ കാണിക്കുന്നു, ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, മെഡിക്കൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കണ്ട് ഞെട്ടരുത്. യേശു തൊടും. ആ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്ത് പേടിച്ച് നിൽക്കരുത്. അതിന് എന്താണെങ്കിലും ഒരുമിച്ച് ഞാൻ പറയാം, കർത്താവ് അതിൻ്റെ മേൽ തിരുത്തിയിരിക്കും. ദൈവം നിങ്ങളെ അത്ഭുതമാക്കിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദറെ, മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എന്റെ മോന്റെ വിവാഹമാണ് മറ്റന്നാൾന്ന് പറഞ്ഞിട്ട്. ഇന്നലെ എന്റെ മോന്റെ വിവാഹം അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. എല്ലാവരും അതിശയിക്കുമാറ്. ഞങ്ങളുടെ പരിസരത്ത് വരെ ഇത്രയും ഭംഗിയായ ഒരു വിവാഹം നടന്നിട്ടില്ല. നന്ദി കർത്താവേ. പ്രിയമുള്ള, ഒത്തിരി ഭാരപ്പെട്ട ഒരു പ്രാർത്ഥന വിഷയമാണ്. ദൈവം അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞതുപോലെ അതിശയിക്കുന്ന രീതിയിൽ അത് ചെയ്തതിന് നന്ദി. എൻ്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ബ്രദർ, സുമ എന്ന് പറയുന്നത് എന്റെ സിസ്റ്ററിലോ ആണ്. പറഞ്ഞു. ബ്രദർ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞിരുന്നു സുമയ്ക്ക് വേണ്ടിയിട്ട്. സുമ എന്ന് പറയുന്നത് എന്റെ സിസ്റ്ററിലോ ഉണ്ട്. തലമുറയുമായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നതാണോ സുമ? അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ടോ? കുടുംബമായിട്ട്, തലമുറയുമായിട്ട് ചോദിക്കുക. തലമുറയെ ഓർത്തുള്ള ആകുലതകൾ ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ സുമയെ ദൈവം സ്പർശിക്കുകയാണ്. കുടുംബത്തിന്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവർ ഭാരപ്പെടണ്ട, ദൈവം കരുതുമെന്ന് പറയുക. ആമേൻ. പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ഉണ്ട് അവർക്ക്. ഭാരപ്പെടേണ്ടെന്ന് പറയാം. കർത്താവ് ഒരു ചോദിക്കുക. നിങ്ങളുടെ സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞോണേ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പറയുന്ന ആള് മാത്രം കഴിവതും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അപ്പൊ ആളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ ആൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ വീട് ശരിയായിട്ടില്ല. വൈഫിന്റെ ജോലി വന്ന് പോയിട്ട് 2 വർഷം ജോലി ശരിയായിട്ടില്ല. വീടൊക്കെ നോക്കി നടക്കുവാണ്.
അങ്ങനത്തെ ആള് ഭയങ്കര നിരാശയാണ്, ഭയങ്കര ടെൻഷനും സങ്കടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുവാണ്. ബ്രദർ സിബി എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ആ സിബി എന്ന് പറഞ്ഞ ഹലോ, നമ്മുടെ പ്രാർത്ഥനയിൽ സിബിയുമായിട്ട് കണക്ട് ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത് എനിക്കറിയത്തില്ല, എല്ലാവരും ഒരേപോലെ സൗണ്ട് മ്യൂട്ട് മാറ്റി പറഞ്ഞത്. ഇപ്പം നമ്മുടെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭാരപ്പെട്ട് നടക്കുവാനായിട്ട്, ജോലിയില്ലാതെ സിബി എന്നാണ് പേര്. ദൈവാത്മ വെളിപ്പെടുത്തിയ പോലെ ആ ഭാരത്തെ കർത്താവ് കാണിച്ച് പുതിയൊരു കർത്താവ് ഒരു നന്മയുടെ വഴിയെ തുറക്കാൻ പോകുന്നതാണ്. ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ വെളിപ്പെടുത്തിയാണല്ലോ. ഈ ദിവസം ഞങ്ങൾ കേൾക്കാൻ പോവാണ്. വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തെന്ന് പറയുന്ന സാക്ഷി ഞങ്ങൾ കേൾക്കാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു. ഒരു സെക്കൻഡ്, ഇത് ആരാ ഈ വോളിയം സൗണ്ട് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കയറിയാൽ മതി. അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ എനിക്കറിയാം പലരും ജോലിയിൽ ഇടയ്ക്കായി, പക്ഷെ ഞാൻ പറയുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് ശ്രദ്ധിച്ചോണം, കേൾക്കണം. ഓക്കെ, സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ എൻ്റെ വിഷയങ്ങൾ ഇപ്പം ബ്രദർ പറഞ്ഞതിന് ശേഷം വചനമായിട്ട് കണക്ട് ചെയ്ത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം എപ്പോഴും അങ്ങ് ഇപ്പം നമുക്ക് അത് മാത്രമേ നാവിൽ വരുന്നുള്ളൂ. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് നടക്കുക. അതിനുശേഷം എനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് വളരെ സമാധാനമാണ്. എനിക്ക് എന്തോ അങ്ങ് സ്വർഗരാജ്യം കിട്ടിയതുപോലെ. ഒന്നിനെ കുറിച്ച് ഒരു ഭാരപ്പെടാൻ എനിക്ക് ഒക്കുന്നില്ല. ഞാൻ വളരെ സന്തോഷവതിയായിട്ട് നടക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ ഒരു റിലേറ്റീവ് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്, ഞാൻ കുറച്ച് സാമ്പത്തികം ഞാൻ അങ്ങോട്ട് സഹായിക്കാം, 30-ാം 31-ാം തീയതി കിട്ടും, അത് ഞാൻ പറയാം, അവിടെ പോയി വാങ്ങണം, വസ്തു വിൽക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ കൊടുത്ത്, അത് എന്തായാലും കർത്താവ് എനിക്കത് നല്ലതിന് വേണ്ടി പര്യവസാനിപ്പിക്കട്ടെ. ആമേൻ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി ഇങ്ങോട്ട് വിളിച്ചിട്ട് സഹായിക്കും. ഈ അവസ്ഥയിൽ എനിക്ക് ഒത്തിരി കടഭാരത്തിലാണ് ഇഷ്ടമായിരിക്കുന്നത്. ഇങ്ങോട്ടൊരു വ്യക്തി ഇങ്ങോട്ട് വിളിച്ചത് പറയണമെങ്കിൽ ആ ഹൃദയത്തെ ദൈവം ഇടപെട്ടതാണ്. ആ നന്മ കർത്താവ് വലിയൊരു അത്ഭുതമായി തന്നെ തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥന. എൻ്റെ കയ്യില് ഒരു മുഴയുണ്ട്, കുറെ വർഷങ്ങളായിട്ടുണ്ട്. അതൊന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കണേ. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് കൈ അവിടെ വെച്ചു. യേശുവിന്റെ നാമത്തിൽ കൈ അവിടെ വെച്ചോണം. കർത്താവെ, അങ്ങ് എൻ്റെ ഈ വേദന, ഈ മുഴ, എല്ലാത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ഞങ്ങൾ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ആ മുഴ അപ്രതീക്ഷമാകട്ടെ. ആ മുഴ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറുമല്ലോ. എൻ്റെ കൂടെ ആൻറ്റി പറഞ്ഞോണം, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് പറയാം. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവെ, ആ മുഴ എടുത്ത് മാറ്റി കൃപയ്ക്ക് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നന്ദി കർത്താവേ. ഹലോ, പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു പുള്ളിക്കാരൻ വന്നപ്പോ മുതൽ ചുമച്ച് കണ്ടിന്യൂസ് ചുമച്ചിട്ട് ഒരു ഉച്ചയിട്ടും ചുമച്ചു തന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ചുമ മാറും, വിശ്വാസം ഉണ്ടാ, എന്നെ കളിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു റൂമിൽ വെച്ചിട്ട് ഞാൻ തലയെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആളെ ചുമച്ച് ഞാൻ കണ്ടില്ല. അതോടുകൂടി ചുമ മാറിയെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ വേറൊരു ആളുടെയും തലവേദനയായിരുന്നു, ഭയങ്കര തലവേദനയായിട്ട് തല പൊളിഞ്ഞു പോണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് തലവേദന മാറിയാൽ മതി, പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കുറെ കഴിഞ്ഞപ്പം വേദന മാറിയെന്ന് പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചത് കൂടെ ജോലി ചെയ്യുന്നവരാണോ അതോ പേഷ്യൻസിന് വേണ്ടിയാണോ? കൂടെ ജോലി ചെയ്യുന്നവര്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ പറഞ്ഞു, നമ്മുടെ അകത്ത് സിസ്റ്റർ ആദ്യമാണോ ഇങ്ങനെ അവരോട് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയുന്നത്? നേരത്തെ അവര് കളിയാക്കൂലെന്ന് ഓർത്ത് അങ്ങനെ മേടിച്ചിട്ടാ. പിന്നെ ഞാൻ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും നോക്കുന്നില്ല, ദൈവത്തിലുള്ള ധൈര്യമുണ്ട്. എന്ത് വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാ, കളിയാക്കിയാലും ഞാൻ സഹിക്കാൻ തയ്യാറാ. പക്ഷെ എനിക്ക് എന്നുള്ള ഒരു ഇന്നും ഒരു കൊച്ചു വന്നായിരുന്നു, കണ്ണിന് കാഴ്ച കുറവാണ്, ദൂരമുള്ളത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ടൈമില്ലായിരുന്നു, കുറച്ച് ജോലിയിൽ ഉച്ചവരെ ജോലി ഉണ്ടായിരുന്നു.
അപ്പൊ പിന്നെ ഞാൻ അത് വിട്ടുപോയി. എന്തായാലും അടുത്ത ദിവസം ഞാൻ പ്രാർത്ഥിക്കും. കണ്ണിന് കാഴ്ചയില്ല. പ്രാർത്ഥിക്കണം. അകലെ ആ ഉള്ളത് തൊട്ടത്തിലുള്ളത് കാണാൻ പറ്റുന്നില്ല. തൊട്ട് പറ്റ നിൽക്കുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സേറ എന്നാണ് പേര്. അപ്പൊ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായും സിസ്റ്റർ പറഞ്ഞ വലിയ സാക്ഷ്യമാണ്. എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത്രയും നാളും ഇല്ലാത്ത, സാധാരണ നമ്മുടെ നാട്ടിലും ചുമച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട് പറയും എവിടെയെങ്കിലും പോയി ഒരു മരുന്ന് മേടിക്കും, ഒറ്റമൂലിയൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ സിസ്റ്റർ എന്ത് ചെയ്തു? ഉള്ളിലൊരു പ്രേരണ, കൈവച്ച് പ്രാർത്ഥിക്കുവാൻ. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിൽക്കാതെ ചുമച്ചുകൊണ്ടിരുന്ന ചുമ പിടിച്ചു കെട്ടി നിന്നു. രണ്ടടി കഠിനമായി ഭാരപ്പെട്ട തലവേദന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ലോക മനുഷ്യന്, അതുകൊണ്ടാണ് ജസ്റ്റ് ആദ്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് വെച്ചത്, നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ലോക ചിന്ത കിടപ്പോൾ. അതുകൊണ്ടാണ് കളിയാക്കരുത്, നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുക. പക്ഷെ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തു. അപ്പൊ എന്റെ കൂടെ ഉള്ളവരിങ്ങനെ പറയാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും ഫ്രീ ആയിട്ട് അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ, എന്താണ് ഇതിന്റെ സീക്രട്ട് എന്ന് ചോദിക്കും. ആമേൻ. തീർച്ചയാണ് സിസ്റ്റർ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ധൈര്യത്തോടെ. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടൊരു അനുഗ്രഹമല്ല നമ്മുടെ മേൽ വരുന്നത്, ക്രിസ്തുവിലെ അനുഗ്രഹമാണ്. ഈ ലോകം തരുന്ന പോലെ അല്ല എന്ന് യേശു എപ്പോഴും പറയുന്നുണ്ടല്ലോ. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെയല്ല. സിസ്റ്റർ പറഞ്ഞ പോലെ കൈവച്ച് പ്രാർത്ഥിച്ചത് വലിയ സാക്ഷ്യമാണ്. അവിടെ പിടിച്ചു കെട്ടിയതുപോലെ ആ വേദന, രോഗം എല്ലാം സൗഖ്യമായിരിക്കുന്നു. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ആരെന്ത് വിചാരിക്കുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. യേശു എൻ്റെ അകത്തുള്ളത് കൊണ്ട് കർത്താവ് എൻ്റെ അകത്ത് പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളിലൂടെ കർത്താവ് ചെയ്യും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ബ്രദറിൻ്റെ പ്രാർത്ഥന ഞാൻ ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു, എന്നിലൂടെയും കർത്താവ് പ്രവർത്തിക്കും, നിങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിക്കും. കേട്ടോണം, എന്നിലൂടെയും പ്രവർത്തിക്കും, നിങ്ങളിലൂടെയും പ്രവർത്തിക്കും. നിങ്ങൾ കൈവച്ചാലും പ്രാർത്ഥിച്ചാലും ബ്രദറിൻ്റെ കൈ വെക്കാൻ വേണ്ടി നോക്കി നിൽക്കരുത്, ചാടിക്കരുത്. ബ്രദർ കൈവച്ചാലും വെച്ചില്ലെങ്കിലും ഞാൻ യേശു അത് എൻ്റെ മേൽ കൈവെക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു, ഞാൻ അത്ഭുതം കാണും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അങ്ങനെ തന്നെ. യേശു ഉണ്ടോ? നിങ്ങൾക്ക് അത്ഭുതമുണ്ട്. ആമേൻ. ഇനിയും കർത്താവ് ചെയ്യട്ടെ. ഇനിയും ഇനി കേൾക്കാൻ പോകുന്നത് വലിയ വലിയ സാക്ഷ്യം കേൾക്കും കർത്താവ്. ഇത് സാക്ഷ്യം ചെറുതല്ല. ഇനി ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് കർത്താവെ രോഗികൾ സൗഖ്യമാകുന്നത്, മരിച്ചവർ ഉയർക്കുന്ന അത്ഭുതങ്ങൾ ഞങ്ങൾ കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്രദറെ, പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, ഞാൻ പുതിയതായിട്ട് സൂമിൽ ജോയിൻ ചെയ്തതായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് ആശാ ബിബിൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് തൊട്ടാ തുടങ്ങിയത് ഈ സൂമിൽ കയറിയത്. ഇന്നലെ കയറാൻ നോക്കിയിട്ട് പറ്റിയില്ലായിരുന്നു. സിസ്റ്റർക്ക് പ്രാർത്ഥന കേറിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ? ഞാൻ യൂട്യൂബിൽ കയറി കണ്ടിരുന്നതാണോ? ഇന്നലെ തൊട്ടാ കേട്ട് തുടങ്ങിയത് ബ്രദറെ. എനിക്ക് വിശ്വാസമാ, സമാധാനവും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് സിസ്റ്റർ എന്ന് ബ്ലസ് ചെയ്യാൻ. കർത്താവ് ആദ്യമായിട്ടാണല്ലോ പ്രാർത്ഥനയിൽ കയറുന്നത്. യേശുവിനെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രിയമൾക്ക് വേണ്ടി നന്മ ഒരുക്കട്ടെ. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളെ ആക്കിയ സ്ഥലത്തു നിന്നും മേൽത്തരമായ ഒന്നിലേക്ക്, ഒരു വസ്തുവിലേക്ക്, ഒരു സ്ഥലത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റി പാർപ്പിക്കും. വലിയൊരു നന്മയിലേക്ക് ദൈവം കൊണ്ടുപോകും. ഞാൻ കാണുന്നൊരു കാഴ്ച, വിളിച്ച് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, വിളിച്ച് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്, പിടിച്ച് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അവിടെയൊക്കെ മുമ്പിൽ നിന്നും ദൈവം നിങ്ങളെ മാനിക്കും. 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 യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു മേഴ്സി എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവ് ഒരു വഴിത്തിരിവ് ചെയ്യാൻ പോകും. മേഴ്സി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ തൊട്ടിട്ട് ലൈഫിലെ മേൽ ഒരു ചേഞ്ചിനെ ദൈവം കൊണ്ടുവരാൻ പോവാം. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു ബ്രദറെ, സൂം അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ വീഡിയോ മോനിപ്പോ വാട്സപ്പിനകത്ത് ഇട്ടിട്ടുണ്ടേ. ഓക്കെ സിസ്റ്റർ, അത് എനിക്ക് തോന്നുന്നത് അപ്ഗ്രേഡ് സിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ നോക്കിയോളാം. എനിക്ക് ആ ഒരു ക്ലോസിൽ വരുമ്പോൾ ഞാൻ അത് തിരിച്ച് റിപ്ലൈ അയക്കാം. അപ്ഗ്രേഡ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാസ്റ്റർ ഒന്ന് ഇത് ചെയ്താൽ മതി. അപ്പത്തേന് വിളിച്ചാൽ മതി, മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ തിരിച്ചു വിളിക്കാം, പറഞ്ഞുതരാം. ഓക്കെ ഞാൻ ഇന്നോ നാളെയോ ഞാൻ അത് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ ഞാനും നാളുകൊണ്ട് കേൾക്കുന്നുണ്ട് ബ്രദർ. എനിക്ക് ഒത്തിരി അനുഗ്രഹമായി. അതെ, ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് സൂമിൽ വരുന്നത്. ഞാൻ യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്.
മകന് ഓക്കെ എക്സാം ആണ്, അതൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സിക്സ്ത് സെമ്മിന്റെയും ഫോർത്തിന്റെ കുറച്ച് പേപ്പർ കിട്ടാനുണ്ട്. ഇത് രണ്ടും കൂടെയുള്ള എക്സാം ആണ്. ഇപ്പൊ 11-ാം തീയതി വരെ ഉണ്ട് എക്സാം. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കർത്താവ് ഞങ്ങൾ എക്സാമിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നത വിജയം ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനത്തിൻ്റെ കൃപയും അവനുള്ളിൽ വർദ്ധിക്കട്ടെ. വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. കർത്താവിൽ വളരുവാനിടയാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഞാനൊരു വിഷയം കൂടെ ആമേൻ. വിഷയം കൂടെ അഗസ്റ്റിന്റെ വിൽപ്പന വിഷയമേ ഇതുവരെ പലരും വിളിക്കുന്നുണ്ടെങ്കിലും ആരും മുമ്പോട്ട് വരുന്നില്ല. അങ്ങനെ വേല അത് സംബന്ധിച്ച് ഞാൻ മുമ്പോട്ട് ഞാൻ ആൻറ്റിയോട് നേരത്തെ പറഞ്ഞായിരുന്നു. ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് നമ്മളത് നോക്കണ്ട. കർത്താവിൻ്റെ കൃപയിൽ ദൈവം അങ്ങോട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പ്രാർത്ഥിക്കാത്തത്. അത് കർത്താവ് കണക്ട് ചെയ്യും. നമ്മൾ ഈ സമയം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ സമയത്ത് ദൈവം ആളെ കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പ്രാർത്ഥിക്കാത്തത്. കാര്യം ദൈവം അത് ഇടപെട്ട വിഷയമാണ്. സംബന്ധിച്ചാണ് എല്ലാരും വേല സംബന്ധിച്ചാണ് എല്ലാരും മാറിപ്പോകുന്നത്. അത് എല്ലാരും മാറും. ആദ്യം ദൈവം കാണാൻ നമുക്കുള്ളത് വരുമ്പോ ചുറ്റുപാടുമുള്ളവരും ചെന്ന് അവരുടെ ചെവി ചെന്ന് ഓരോന്ന് പറഞ്ഞിട്ട് വരുന്നവരെ ഓടിച്ചു വിടുന്നൊരു അത് അതൊന്നും ഭാരപ്പെടണ്ട. ഈ ദിവസങ്ങളിൽ കേട്ടോണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചത് ദൈവമാണ്. കറക്റ്റായിട്ട് വരും. നമുക്കുള്ള നന്മ ആർക്കും തടയാൻ പറ്റത്തില്ല. നമ്മുടെ തന്നെ വരും. ഈ ദിവസം ഒന്നും ചെയ്യേണ്ട. പ്രാർത്ഥനയിലും വചനത്തിലും ചേർന്നിരിക്കുക. ആമേൻ. ഈ ബ്രദറെ ആമേൻ. പറഞ്ഞു. ബ്രദറെ എനിക്കൊരു വിഷയം പറയാനുണ്ട്. ഓക്കെ. ഞങ്ങളുടെ ഇച്ചിരി കടങ്ങളുണ്ട്. അപ്പൊ ഇച്ചിരി വസ്തു വിൽക്കാനായിട്ട് നോക്കിയിട്ട് അത് പറ്റുന്നില്ല. പിന്നെ അതുപോലെ മോന്റെ ഇച്ചിരി ഒരു കുടുംബ പ്രശ്നം, ഫാമിലി പ്രോബ്ലം ഉണ്ട്. ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. ഓക്കെ. ഞാനത് ഈ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുള്ള പ്രയറുകളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൻറ്റി. അതുകൊണ്ട് അതിൽ ഭാരപ്പെടേണ്ട. കർത്താവ് വിഷയത്തിൻ്റെ മേലൊക്കെ അത്ഭുതം ചെയ്യും കേട്ടോ. ഈ ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെടുക. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കർത്താവ് വിഷയത്തിന് നിങ്ങൾ ഞാൻ പറഞ്ഞത് സൂമിൽ ഈ ഒരു സമയം നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ പറയരുത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന നമ്മൾ ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ വാട്സാപ്പിലേക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയക്കാൻ പറഞ്ഞത്. അത് ഓക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്യും. അത് പ്രാർത്ഥിക്കുന്നതാണ്. ധൈര്യമായിട്ടിരിക്കുക. യേശു ക്രിസ്തു ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും കേട്ടോ. നമുക്ക് ഓക്കെ ടൈം പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ വിഷയം സൂമിൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ തന്നെ ഇപ്പം തന്നെ നമ്മൾ മനസ്സിലായി ഏകദേശം എനിക്ക് അല്ലേ? തോന്നുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂറും എല്ലാം കഴിഞ്ഞു. ഒത്തിരി ടൈം മുമ്പോട്ട് വെക്കണം. അപ്പോൾ എല്ലാവരും പ്രയർ റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അതുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി. അത് നമ്മൾ പ്രാർത്ഥിക്കുക. ധൈര്യമായിട്ടിരിക്കുക. യേശു ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും കേട്ടോ. ആമേൻ. ആമേൻ. ഈ ബ്രദറെ സമയത്ത് ആർക്കെങ്കിലും ബ്രദറെ സാക്ഷ്യം ഹലോ പറഞ്ഞു ബ്രദറെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് സൂമിൽ കയറുന്നതാണ്. എന്റെ പേര് ഷീബ എന്നാണ്. ആദ്യമായിട്ടാണ് സൂമിൽ വരുന്നത്. ഇന്നാ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഓക്കെ. തീർച്ചയായിട്ടും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയമകൾ ആദ്യമായിട്ടാണല്ലോ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ സൂമിൽ പങ്കുചേരുന്നത്. ഇനിയും പങ്കുചേരുവാൻ പ്രിയമകളുടെ മേൽ കൃപയുണ്ടാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പലപ്പോഴും കർത്താവെ പലരെയും ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ അകത്തും കുടുംബത്തിൻ്റെ അകത്തും പല ചുറ്റുവട്ടത്തിലും എല്ലാം കർത്താവെ ഇല്ലാ വ്യാഖ്യാതികൾ പറയുന്ന കലഹത്തിൻ്റെ എല്ലാ ദുരാത്മകളും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. പ്രിയമകൾ പലപ്പോഴും നന്മയ്ക്ക് പറഞ്ഞു തുടങ്ങുന്നുണ്ടത്. എന്നാൽ പല ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് പലതും തെറ്റിദ്ധാരണകളെ കൊണ്ടുവരുന്ന പിശാചിന് അന്നത്തെ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദേശത്തൊരു വിളക്കാകട്ടെ, വെളിച്ചമാകട്ടെ. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നന്മ വീട്ടിലോട്ട് കയറാൻ പോവുക. വീടിൻ്റെ അകത്തു നിന്നും നന്മയുടെ വാതിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, രാജ്യങ്ങളുടെ നന്മ കുടുംബത്തെ തുറക്കാൻ പോവുക. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ കർത്താവ് ഞാൻ അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് ബ്രദറെ. എന്റെ പേര് സീന. ഒന്ന് പ്രാർത്ഥിക്കുവോ? ഇന്ന് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ബ്രദറെ പ്രാർത്ഥിക്കാം. ഞാൻ കയറുന്നത്. കർത്താവ് ഞങ്ങൾ ഇന്ന് സിസ്റ്റർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ കൃപ ഇന്ന് പെരുകുന്നല്ലോ. പരിശുദ്ധാത്മാവെ ഇന്ന് പ്രിയമകൾ ആദ്യമായിട്ട് കയറുന്ന യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇനി കർത്താവിൻ്റെ കൃപ ഇന്ന് ദൈവാത്മാവ് ഇനിയും പ്രിയമകളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. കർത്താവ് ഞാൻ യേശു എല്ലാ വിള്ളലുകളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എത്ര ഓടിയാലും എത്ര ശ്രമിച്ചാലും എത്ര സ്വരുക്കൂട്ടിയാലും അത് ചോർന്നു പോകുന്ന മേഖലകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. കുടുംബത്തിൻ്റെ അകത്ത് കർത്താവെ എല്ലാം ചേർത്ത് പിടിക്കാൻ നോക്കും. പക്ഷേ കർത്താവ് എല്ലാം കയ്യിൽ നിന്ന് മാറി തെന്നിപ്പോകുന്ന അവസ്ഥകൾ മാറി കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങളത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവെ അങ്ങ് പ്രിയമകളെ തൊടുന്നതിന് നന്ദി. ഈ ദിവസങ്ങളിൽ വലിയൊരു നന്മയാണ് ഞാൻ കാണുന്നൊരു കാഴ്ച. ഒരു എഴുത്ത് ലെറ്റർ മുഖാന്തരം
ജീവിതത്തിലേക്ക് ഒരു നന്മയുടെ വാതിൽ തുറക്കാൻ പോവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, മുള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയാതെ കുറേ നാളുകളായിട്ട് പ്രഷറായിട്ടിരിക്കുക. പക്ഷെ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കും. ആ മേഖലയുടെ മേൽ ദൈവം തൊടും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ, ഞാൻ ഹലോ നെറ്റിൽ ബ്രദറെ. മെസ്സേജ് ആണ്. ഹലോ ഹല്ലേലൂയ. ഹലോ 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 ആം- ഹലോ ആമേൻ. ഹലോ പറഞ്ഞു ബ്രദറെ, പറഞ്ഞു. ഞാൻ ഇന്ന് പുതിയതായിട്ട് മീറ്റിംഗില് സൂമിൽ കയറിയതാണ്. രാവിലെ യൂട്യൂബിനകത്ത് ഓപ്പൺ ചെയ്തപ്പം ഇങ്ങനെ പ്രസംഗം കേട്ടതാ. അങ്ങനെ എൻ്റെ പേര് ശ്യാമ എന്നാണ്. ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ നിന്ന്. അപ്പം പ്രയർ ഒരു റിക്വസ്റ്റ് വാക്ക് ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ഉണ്ട് ഉണ്ട്. ഒരു വാക്കൊന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവ് പ്രിയമുള്ള അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവിന് നന്മ ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. പുതുതായിട്ട് പ്രാർത്ഥനയിൽ ചേർന്നവരെല്ലാവരും ഞാൻ പറഞ്ഞു ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വിശാലത ഉണ്ടാകട്ടെ, വിശാലത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നെ കാണുന്ന ഒരു കാഴ്ച, ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് കുടുംബത്തിൻ്റെ മേൽ വലിയൊരു തിരിവിനെ ദൈവം ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജോർജ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബ്ലോക്കുകളും മാറട്ടെ, എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ബ്രദറെ, പറഞ്ഞു ഹലോ. പറഞ്ഞു ഞാൻ തൃശ്ശൂരിന്ന് വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് കയറുന്നത്. അപ്പൊ എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. ആദ്യമായിട്ട് ഇപ്പൊ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ പ്രാർത്ഥനയിൽ? ആദ്യമായിട്ടെന്ന് ഞാനുണ്ട്. ഞാനും ഉണ്ട് പ്രാർത്ഥനയിൽ, ഞാനും ഉണ്ട്. ആദ്യമായിട്ടാണ്. ഞാനും ഞാൻ ഉണ്ട്, ഒരുമിച്ച് ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും എനിക്കറിയാം വരുന്ന ഓപ്പൺ ചെയ്യുന്ന മെസ്സേജുകൾക്ക് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ബ്ലസ് ചെയ്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വാട്സാപ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് ഇടപെട്ടാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടൈം മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് പുതിയതായിട്ട് ചേർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളിത് ബ്ലസ് ചെയ്യുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തുടർമാനമായിട്ട് നിങ്ങളെ ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ക്ഷണിക്കുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വളരാനും നിങ്ങൾക്ക് ക്രിസ്തുവിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തുടർമാനമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വാട്സാപ്പിലേക്ക് കണക്ട് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നന്മയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഓരോരുത്തരെയും ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, ഇന്ന് ഞങ്ങളുടെ പരിമിതികളെ കർത്താവ് മാറ്റി അത്ഭുതങ്ങളെ ആക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. യേശുവിന് നന്ദി, യേശുവിന് നന്ദി, യേശുവിന് നന്ദി. കർത്താവ് ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവെ ഇന്ന് സഹായിക്കുന്ന കൃപയ്ക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പുതുതായിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന അല്ലെങ്കിൽ ഇപ്പം ലൈവിൽ സൂമിലോ യൂട്യൂബിലോ കാണുന്നവരുണ്ടെങ്കിൽ കൈതയിൽ എന്നുള്ള വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് എന്ന് കണ്ടാണ്. കൈതയിൽ എന്നുള്ളൊരു വീട്ടുപേരുള്ളൊരു ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ഇന്ന് കർത്താവ് ഞങ്ങൾ പങ്കുചേരുന്നവരെ അനുഗ്രഹിക്കുന്നപ്പാ. ദൈവാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ കർത്താവ് അവരുടെ സകല വിഷയത്തിൻ്റെ മേലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ദിവസങ്ങളിൽ നന്മകളുടെ വഴിത്തിരിവുണ്ടാകട്ടെ, നന്മകളുണ്ടാകട്ടെ, നന്മകളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളെല്ലാവരും എന്നെ ഒരു കാര്യം ചെയ്യുക. നിങ്ങളെല്ലാവരും എന്നെ വാട്സാപ്പിൽ കണക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളോട് ആലോചന പറഞ്ഞാൽ തീർച്ചയായിട്ടും ആലോചന ഞങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. ആരും ഭാരപ്പെടണ്ട. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാവർക്കും പരിമിതി ഉള്ളതുകൊണ്ടാണ്. എനിക്കറിയാം ഒത്തിരി ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിരിക്കും. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ എന്നെ റിപ്ലൈ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. കർത്താവ് പറഞ്ഞു. മൈക്ക് മ്യൂട്ട് ചെയ്താകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യുമാറാകട്ടെ. ഇന്ന് പുതിയതായിട്ട് പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, കർത്താവ് കൂടെയുണ്ട്. ധൈര്യപ്പെടുക. നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾ എന്നെ കണക്ട് ചെയ്യുക. നമ്മൾ അതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് വെച്ചാൽ ഓരോരുത്തരോട് പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയങ്ങൾ ഒത്തിരി പോകുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ്. എനിക്ക് പെട്ടെന്ന് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു കണ്ടിന്യൂ ചെയ്യാൻ ഒരു പ്രേരണയെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റാത്തതും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ ഞാനിത് ബ്ലസ് ചെയ്യുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് എന്നവരെ തൊടുന്നതിന് നന്ദി പറയുന്നപ്പാ, തൊടുന്നതെന്ന് പറയുന്നപ്പാ. ഈ പുതുതായിട്ട് പങ്കുചേരുന്നതിൽ സൂമിലോ യൂട്യൂബിലോ ഉള്ളവരോട് ഞാൻ പറയുന്നു, ഇതിൻ്റെ അകത്ത് പൗലോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുള്ള കുടുംബമുള്ള ആരെങ്കിലും ഉണ്ടോ? പൗലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുള്ള കുടുംബം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. യേശുവിനകത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ മാസം തീരുന്നതിൻ്റെ അകത്ത് വലിയൊരു ദൈവപ്രവൃത്തി എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം തീരുന്നതിൻ്റെ അകത്ത് തന്നെ അത് ഏറ്റെടുത്തോണം. ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു ബ്രദറെ, പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷിയല്ല. രണ്ട് കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് വിശ്വാസ സ്നാനം, മറ്റൊന്ന് ഉപവാസം. വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ബ്രദർ ഒന്ന് കൂടുതലായിട്ട് വിശദീകരിച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും ജോസ് പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ അത് പറയുന്നുണ്ട്. ഞാനതിനെപ്പറ്റി പറയാൻ തയ്യാറാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. പുതുതായിട്ട് ചേർന്നവർ പറയും, നിങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഇന്ന് തന്നെ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയക്കുക. ഞാനത് കണ്ട് നിങ്ങൾക്കത് റിപ്ലൈ തരുന്നതായിരിക്കും. നിരാശപ്പെടരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ചില ആൾക്കാർക്ക് പിണക്കം തോന്നും, പ്രാർത്ഥിച്ചില്ലാത്ത അല്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യുക, കണ്ടിന്യൂസ് കണക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ഇടപെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്തായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഇത് അപ്ഗ്രേഡ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ടൈം നിങ്ങൾ നഷ്ടമാക്കരുത്. സമയം നമുക്ക് ഒത്തിരി ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്തായിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞാട്ടെ. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ടെ.